ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കുള്ളത് ഡോക്ടർ അഹമ്മദ് ഷാഫി, അതായത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് എന്നല്ല, ചൈൽഡ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനാണ്. അതായത് CMC വെല്ലൂരിൽ നിന്ന് ഈ ഓട്ടിസം, ADHD അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഇത്തരം കുട്ടികളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ക്ലൈൻസ് കാര്യങ്ങളൊക്കെ ക്ലൈൻസ് അല്ല പറയുന്നത് പേഷ്യൻസും ഇതുപോലെയുള്ള ഒരു ഡോക്ടറാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ഓൾ, ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനാണ്. ഞാനിപ്പം കോഴിക്കോടാണ് ഉള്ളത്. ഞാൻ ഒരു 3 month ബാക്കാണ് ഇവിടെ വന്നത് കാലിക്കറ്റിൽ. ഡെവലപ്മെൻറ്റ് നീഡ്സുള്ള കുട്ടികളെ മാത്രമേ എപ്പം കാണുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം, ഓട്ടിസം ഉണ്ട്, ADHD, ലേണിംഗ് ഡിസബിലിറ്റി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെ തുടങ്ങി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന ഒരു കുട്ടിയുടെ ബുദ്ധി വികസനമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഒരു കൂട്ടമായ പരിശ്രമമാണ്. ഒരു ഒറ്റയ്ക്കൊരു ഡോക്ടർ മാത്രം ചെയ്യേണ്ട ഏരിയ അല്ല അത്. ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ റോളെന്ന് പറയുന്നത് എന്താണ് കുട്ടിയുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത ഘട്ടത്തിൽ ചിലപ്പം തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ വെല്ലൂരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ സെൻറ്ററിൽ കൂടുതൽ രക്ഷിതാക്കളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തെറാപ്പികൾ കൊടുക്കാറ്. രക്ഷിതാക്കളെയാണ് ഞങ്ങൾ കാര്യമായി ട്രെയിൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ സെൻറ്ററോ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പേരൻറ്റിങ് സറൗണ്ടിങ് ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഗസ്റ്റിന് ഇതിനെപ്പറ്റി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡോക്ടർ, എൻ്റെ മൈൻഡിലിപ്പോൾ ഉള്ളൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജംഗിൾ ബുക്കും മൗഗ്ലി, ടാർസാനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നാളെ വായിച്ചതെന്ന് വെച്ചാൽ ഈ മൗഗ്ലിൻ്റെ ക്യാരക്ടർ ശരിക്കൊരു ട്രൂ സ്റ്റോറി ആയിരുന്നു എന്നുള്ളതാണ്. അതായത് 1865 UP ഒരു കാട്ടിൽ ഒരു ഗുഹയിൽ ചെന്നായ്ക്കളെ കൂടെ ഒരു കൊച്ചു പയ്യനെ കിട്ടിയിരുന്നു. എന്നിട്ട് ഇവനെ വീണ്ടും ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഒരു ഓർഫനേജിലാക്കി. ഇവൻ 4 കാലമൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. 20 വർഷത്തോളം മനുഷ്യന്മാരെ കൂടെ ജീവിച്ചു. എന്നിട്ടും സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പയർമെൻറ്റ്സ് വേറെയും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടറാണ് ബെസ്റ്റ് പേഴ്സൺ ടു ആൻസർ ദിസ്. അതായത് ഒരു ഏർലി ഇൻട്രാക്ഷൻ, ഏർലി എക്സ്പീരിയൻസസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഫെഡറൽ ചിൽഡ്രനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ, അവർക്ക് ഇതുപോലത്തെ ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്ന ഒരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി എക്സ്പീരിയൻസസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു അപ് ടു ഏജ് 5 90% ഓഫ് ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡോക്ടറിനെ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, നമുക്കറിയാം പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 25% ഒക്കെ പ്രഗ്നൻസിയുടെ ഗ്രോ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ഫസ്റ്റ് 2 years കുട്ടിയുടെ ഒരു 80% ഓഫ് ബ്രെയിൻ ഗ്രോത്ത് സംഭവിക്കുന്നത്. അതിനെ നമ്മൾ ഫസ്റ്റ് 1000 days എന്ന് പറയും. പ്രഗ്നൻസി വിത്ത് ഫസ്റ്റ് 2 years, 365 + 365 പ്ലസ് പ്രഗ്നൻസി പീരീഡ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 5 years എന്ന് പറഞ്ഞാൽ അതാണ് സെക്കൻഡ് ഫസ്റ്റ് 1000 days നമ്മൾ ഇൻ ജനറൽ പറയാം. ഒരു ഓൾമോസ്റ്റ് 90% ബ്രെയിൻ ഗ്രോത്ത് ഈ ഒരു സമയത്താണ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ നമ്മൾ തേർഡ് 1000 days എന്ന് പറയും 5 to 8 years. അപ്പോൾ ഈ ഒരു 3 പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 years ആണ്. അറിയാം നമുക്കില്ല, ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത് ആദ്യത്തെ 2 വയസ്സിലാണ്, നടന്നു തുടങ്ങുന്നത്, ഓടി തുടങ്ങുന്നത് എല്ലാം 2 വയസ്സിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഈ സമയത്ത് സംഭവിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തലച്ചോറിൽ കുറേ ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂറോൺസ് തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് സിനാപ്സിസ് എന്ന് പറയും. ഈ സിനാപ്സുകളാണ് ശരിക്കും നമ്മൾ മെമ്മറി ആയിട്ടും പുതിയ പുതിയ കാര്യങ്ങളായിട്ടും നമ്മൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ സിനാപ്സുകൾ ഏറ്റവും കൂടുതൽ ഫോം ചെയ്യപ്പെടുന്നത് ഈ ഫസ്റ്റ് 2 years. ഈ 2 years കഴിയുമ്പം ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യും. ചില പാർട്ട് ഓഫ് ബ്രെയിൻ ആവശ്യമില്ല, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെ ബ്രെയിൻ തന്നെ ഒഴിവാക്കുന്നൊരു സംഭവമുണ്ട്. അതിന് പറയുന്നതാണ് സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറയും. ഇതുവഴി ബ്രെയിൻ തന്നെ റെക്കഗ്നൈസ് ചെയ്യാണ് എനിക്ക് ഈ പാർട്ട് വലിയ രൂപത്തിൽ ആവശ്യമില്ല എന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മൗഗ്ലിയുടെ ആ ഒരു സ്റ്റോറിയിൽ ചില പാർട്ട് ഓഫ് ബ്രെയിൻ, അതായത് എസ്പെഷ്യലി ലാംഗ്വേജ് പാർട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ സിമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം ബ്രെയിൻ ഓൾറെഡി അത്
ആ പാർട്ട് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ഒരിക്കലും ആ പാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ഈ സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 to 3 ഇയറിലാണ്. ബട്ട് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. പിന്നെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുമോ 5 ഇയേഴ്സിൽ? ഇല്ല. ബ്രെയിൻ്റെ പ്രോപ്പർട്ടി വീണ്ടും വീണ്ടും ബ്രെയിനിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് പറയുന്നതാണ് ഈ 5 ഇയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയും അതിന് ശേഷമൊക്കെ ബ്രെയിനിലെ എസ്പെഷ്യലി ഹയർ കോഗ്നീറ്റീവ് പാർട്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറയും, ആ ഒരു പാർട്ടൊക്കെ പിന്നെയും ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ കോഗ്നീഷൻ, ആളുകളുടെ ഇടയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അഡോൾസൻ പീരീഡിലും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, എസ്പെഷ്യലി ഫസ്റ്റ് 5 to 8 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡെവലപ്പ് ആവാത്ത ബ്രെയിനിൻ്റെ പാർട്സുകൾ തെറാപ്പിയിലൂടെയും മറ്റോ ചെയ്തിട്ട് അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അതെ. ഞാൻ ടിപ്പിക്കലി അല്ലെങ്കിൽ നോർമലി ഡെവലപ്പിംഗ് ചിൽഡ്രൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. എന്താണ്, നമ്മളെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അറിയാം അല്ലേ, സ്കൂളിൽ നമ്മൾ 6 വയസ്സ് ചേർത്തായിരുന്നു 1ാം ക്ലാസ്സിൽ. പിന്നെ അത് നമ്മൾ LKG ആയി. ഇപ്പം നമുക്ക് പ്രീ സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 വയസ്സിൽ എങ്ങനെ ചേർത്തണം. ഇപ്പം പാരൻസ് അതിനേക്കാളും ക്യൂരിയസ് ആണ്. പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ജനിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വേറെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ അത് കേൾക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിഫോർ ബ്രെയിൻ എന്നാണ് സ്റ്റാർട്ടപ്പിൻ്റെ പേര്. അത് ആദ്യത്തെ 2 ഇയേഴ്സിൽ കുട്ടികളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നോർമലി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ടോയ്സ്, അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഒരുപാട് പാരൻസ് ഞങ്ങളുടെ കൂടെ അതിലുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് ഒരു ടിപ്പിക്കലി ഡെവലപ്പിംഗ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഒരു 2 ടേംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് തന്നെ കപ്പാസിറ്റി, പിന്നെ അതേപോലെ പൊട്ടൻഷ്യൽ. കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടി എങ്ങനെ വളരുന്നു എന്നതാണ്. പക്ഷേ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഐഡിയലി കുട്ടി എത്തിപ്പെടാൻ പറ്റുന്നൊരു സാധ്യതയുള്ള ലെവൽ. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ കപ്പാസിറ്റി ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ അവരുടെ ഐഡിയൽ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നതാണ്. അല്ലാതെ എല്ലാവരും ഒരേ ലെവലിലേക്ക് എല്ലാവരും ഐൻസ്റ്റീൻ ആക്കുക എന്നതല്ല ഉദ്ദേശം. പക്ഷേ അവരുടേതായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഒരു ജനറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസുള്ള കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തെറാപ്പി കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് മെഡിസിൻസും കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പിന്നെ കേട്ടിട്ടുണ്ടോ അറിയില്ല, അയൺ ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, നമ്മുടെ രക്തക്കുറവ്, അയൺ കുറവ്, അത് നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതേപോലെ വേറെയും കുറേ മിനറൽസും മെറ്റൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി ന്യൂറോ കോഗ്നിറ്റീവ് ഡിലേ ഉണ്ടാക്കുന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ റെക്കമെൻഡേഷനിലൊക്കെ 6 മാസമോ ഒക്കെ ആകുമ്പോൾ കുട്ടികൾ അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ആസ് എ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെ വ്യത്യസ്തമായിരിക്കും. ഒരു കുട്ടി ജസ്റ്റ് കഴുത്തുറച്ചിട്ടേ ഉള്ളൂ, 4 വയസ്സായിട്ടും കുട്ടി ഐഡിയൽ നിങ്ങൾക്ക് അറിയില്ല, ഒരു വയസ്സാകുമ്പോൾ കുട്ടികൾ നടക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഒരു 4 വയസ്സിൻ്റെ കുട്ടികൾ വന്നിട്ട് കഴുത്ത് പോലും ഉറച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം കഴുത്തുറക്കാനുള്ള പരിപാടിയാണ് നോക്കുക. അപ്പോൾ ഏതാണോ ആ കുട്ടിയുടെ പിന്നെ പൊട്ടൻഷ്യൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള കാര്യം, അതിലായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ഡൊമൈനിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക? അപ്പോൾ ബ്രെയിൻ ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ് എത്ര ഏർലി ഏജിൽ തുടങ്ങുന്നു എന്നുള്ളത് എങ്ങനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക? ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ കുട്ടിക്കോ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക നിങ്ങൾ ഇതാണ് പ്രശ്നം എന്നുള്ളത്? ഈ പേഷ്യൻസ് നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്ത് തരാം. അതായത് ഇപ്പോൾ എല്ലാ കുട്ടികളും ഡെവലപ്പ് ചെയ്യുന്നത് രീതി ഒന്നാണോ, അതോ ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഒരു കുട്ടിയിൽ ചിലപ്പോൾ 10% 6 months അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ചിലപ്പോൾ 10% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ 4 months നടക്കാം. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഒരേ പാറ്റേൺ ആണോ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതോ പലർക്കും പല രീതിയിലാണോ? ഈ 2 ക്വസ്റ്റ്യൻ കൂടി ഒന്ന്. ഇതിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലയാണിത്. അപ്പോൾ നമുക്കറിയില്ല, റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നമ്മൾ ഒരു 100 ആളുകളെടുത്ത് അതിൽ 50th സെൻറ്റിലുണ്ടാവും. അതായത് 50% ആളുകൾ അച്ചീവ് ചെയ്യുന്നതാണ് നമ്മളൊരു ഒരു ഐഡിയലായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവാം കേട്ടോ. ചില കുട്ടികൾ 1.5 വയസ്സാവുമ്പോഴേക്കും നടക്കുക, ചില കുട്ടികൾ 10 മാസത്തിൽ നടക്കും. പക്ഷെ നമ്മൾ അവിടെ ഒരു 50th സെൻറ്റിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്കൊരു കാര്യം പറയണമെങ്കിൽ നമുക്ക് അതിന് പ്രൂഫ് വേണം. നമുക്കൊരു റിസർച്ച് പഠനങ്ങൾ ഗവേഷണങ്ങൾ വഴി അത് തെളിയിക്കപ്പെടണം. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ വഴി ഒരുപാട് ആളുകൾ ഇപ്പോൾ WHO ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കുട്ടികളെ എടുക്കുന്നുണ്ടാവാം, അതേപോലെ UK-യിലും US-ലെയും ആഫ്രിക്കയിലും കുട്ടികളെ എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു നോർമൽ ഒരു വാല്യൂ ഉണ്ടാവും.
അതായത് അവരുടെ 50% കുട്ടികൾ അച്ചീവ് ചെയ്യുന്ന ലെവൽ. അത് ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിക്കപ്പെട്ടതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക ഈ കുട്ടി നോർമലാണോ ഇല്ലേ. യൂഷ്വലി ഡെവലപ്മെൻറ്റ് 5 ഡൊമൈനാണ്. 5 ഡൊമൈൻ. ഒന്ന് മോട്ടോർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വരുന്നതാണ് ഗ്രോസ് മോട്ടോർ എന്ന് പറയും. നമുക്കറിയില്ലേ, കഴുത്തുറയ്ക്കുന്നു 4 മാസത്തിൽ കുട്ടികൾ, ഇരിക്കും 8 മാസത്തിൽ, നടക്കും 1 വയസ്സിൽ, 1.5 വയസ്സിൽ ഓടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് കണ്ടിന്യൂ. പിന്നെ ഫൈൻ മോട്ടോർ എന്ന് പറയും. ഫൈൻ മോട്ടോർ എന്ന ഹാൻഡ് സ്കിൽസാണ്. ജനിച്ച കുട്ടികളെ കൈ കൂടി ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ക്ലോസ് ആയി എപ്പോൾ. പിന്നെ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ കുട്ടികളെ കൈ ഇങ്ങനെ തുറക്കാൻ തുടങ്ങും. പിന്നെ ഒരു 4 to 5 മാസം കുട്ടികൾ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും. ഒരു 6 മാസം കുട്ടി ഒരു കൈ കൊണ്ട് പിടിക്കാൻ തുടങ്ങും. പിന്നെ 1 വയസ്സാകുമ്പോൾ കുട്ടി ആദ്യം ഇങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ടാവുക, പക്ഷേ പിന്നെ ഈ നമ്മൾ പറയും തള്ളവിരലും ഈ അടുത്ത വിരലും നമ്മളിങ്ങനെ പിടിക്കുന്നത്. ഇനി പറയുന്ന പേരാണ് പിൻസർ ഗ്രാസ്പർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെൻറ്റാണ്. ഒരു 1.5 വയസ്സാകുമ്പോൾ ഇത് സ്റ്റാർട്ടാവും. പിന്നെ ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പെൻസിൽ ഉപയോഗിക്കാനും പെൻ ഉപയോഗിക്കാനും ചിത്രം വരയ്ക്കാനും അങ്ങനെ കുറേ അഡ്വാൻസ്ഡ്. ഇതിന് പറയുന്ന മാതിരി ഫൈൻ മോട്ടോർ എന്ന് പറയും. ഇത് 2 മോട്ടോറിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് സ്കിൽസ് എന്ന് പറയും. അഡാപ്റ്റീവ് അല്ലെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലൈഫ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് 1 വയസ്സിൽ താഴെ എന്താ അവർ തനിയെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ 2 വയസ്സായ കുട്ടി എന്താ ടോയ്ലറ്റ് ട്രെയിനിങ് അച്ചീവ് ചെയ്യുന്നത്, ഡ്രസ്സ് ഇടുന്നത്, ഡ്രസ്സ് ഊരുന്നത്, അങ്ങനെ തുടങ്ങി സ്വന്തം ജീവിക്കാൻ ആവശ്യമായ കാര്യമാണ് 2ാമത്തെ ഡൊമൈൻ. അതാണ് അഡാപ്റ്റീവ് സ്കിൽസ് എന്ന് പറയും. ഇനി 3ാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നിഷൻ. അല്ലേ, നമ്മളെല്ലാവരും പറയുന്നതാണ് കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പഠനം, ലേണിങ്, ചിന്തിക്കുന്നത്, തിങ്കിങ്, അതേപോലെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കോഗ്നിഷനിൽ വരുന്നത്. ഇതിൽ നമ്മളൊരു കുട്ടിയുടെ കളി വെച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് കോഗ്നിഷൻ നോക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെല്ലാം നമുക്കൊരു 3-4 മാസമാകുമ്പോൾ കുട്ടികളെ മുമ്പിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ കുട്ടിയിൽ കരയൂല. ഒരു 8 മാസമാകുമ്പോൾ കുട്ടീൻ്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കുട്ടി കരയാൻ തുടങ്ങും. അതേപോലെ നമ്മൾ കാക്കു കളിക്കില്ല, പീക്കബു എന്ന് പറയും, നമ്മളവിടെ അങ്ങനെ പറയാം, കാക്കു കളിക്കുമെന്ന് പറയും. അപ്പോൾ പീക്കബുക്ക് കളിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത് 6 to 8 മാസമാകുമ്പോഴാണ് കുട്ടികളെ തുടങ്ങി. പിന്നെ കുട്ടികൾ നിങ്ങൾക്കറിയാം, ഒരു 8 മാസമാകുമ്പോൾ കുട്ടികൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും കൊടുത്താൽ എല്ലാം അടിക്കുക ചെയ്യാം, ജസ്റ്റ് അടിക്കുകയുള്ളൂ. 1 വയസ്സാകുമ്പോൾ ഒരു 1-1.5 വയസ്സിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഇപ്പോൾ കാർ കൊടുത്താൽ ബ്രൂ എന്നാണ് ഓടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനാണ് ഫങ്ഷണൽ പ്ലേ എന്ന് പറയുക. ഇതൊക്കെ കോഗ്നിഷൻ്റെ മെഷറാണ്. പിന്നെ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ കളർ അറിയുന്നത്, ഓരോ സാധനങ്ങൾ മനസ്സിലാക്കുന്നത്, തിങ്ക് ചെയ്യുന്നത്, അതൊക്കെ കോഗ്നിഷനിൽ വരുന്നത്. പിന്നെ 4ാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നതാണ് സോഷ്യൽ. ആളുകളോട് ഇടപഴകുന്ന, ഒരാളെ മനസ്സിലാക്കി ഇടപഴകുന്നത്, ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണോ, അതൊക്കെയാണ് സോഷ്യലിൽ വരുന്നത്. പിന്നെ 5ാമത്തേതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ സംസാരിക്കുന്നത്, അതേപോലെ ഫേഷ്യൽ എക്സ്പ്രഷനും ലാംഗ്വേജിൽ വരും. നമ്മൾ നിങ്ങളെ മുഖത്തേക്ക് നോക്കുന്നത്, അതൊക്കെ ലാംഗ്വേജിൽ വരും. അതേപോലെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് പറയുക. അപ്പോൾ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ചോദിച്ചില്ലോ എങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ എല്ലാ ഡൊമൈനും നമ്മൾ നോക്കണം. കുട്ടി നടക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അതേപോലെ ചിന്തകൾ ആ പ്രായത്തിനാണോ ഉള്ളത്, അതേപോലെ കുട്ടി ആ പ്രായത്തിനനുസരിച്ച് തനിയെ ചെയ്യേണ്ട കാര്യം ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അങ്ങനെ തുടങ്ങി എല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ആ നോർമലിന് കുറച്ച് അബ്നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യണം. പിന്നെ അപ്പോഴാക്കി നമ്മൾ നോക്കുക എന്ത് കാരണം കൊണ്ട് വന്ന്, അത് നോക്കിയിട്ട് ചില കുട്ടികളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഡൗൺ സിൻഡ്രോമൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അവർക്ക് ഡെവലപ്മെൻറ്റിലെ ജനറ്റിക് സിൻഡ്രോമാണ് വ്യത്യസ്ത, അവർ കുറച്ച് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത. അതുപോലെ കുറേ ജനിതകമായ വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ അപസ്മാരങ്ങൾ വന്നിട്ടാവാം, ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തക്കുറവ്, അയണിൻ്റെ കുറവായിരിക്കാം, തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഓട്ടിസം ആവാം, ADHD ആവാം, ലേണിംഗ് ഡിസബിലിറ്റി ആവാം, ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ, എല്ലായിടത്തും ഡിലേ വരാം, അങ്ങനെ കുറേ കണ്ടീഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാരൻസിനെ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറ് മെയിനായിട്ട്. അതായത് ഒരു വളർന്നു വരുന്ന കുട്ടി ഈ കാരണങ്ങളൊക്കെ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും? ഇതൊക്കെ ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുമോ, അതോ ജസ്റ്റ് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇനി പാരൻസ് ആവാനുള്ള ആൾക്കാരാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇപ്പോൾ ഒരു പുതിയതായിട്ട് പാരൻ്റായ ഒരാൾക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ പോയിന്റ്സ് മതിയല്ലോ. അതെ. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം ടൈമിനെ കുറിച്ച് പറയാം. നിങ്ങൾ സാധാരണ കുട്ടിയുടെ ഡോക്ടറെ അടുത്ത് പോയാൽ എത്ര ടൈം ഉണ്ടാവും? സാധാരണ കുട്ടികളെയും കൊണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കുട്ടികളുണ്ട്? ഒരു ജനറൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ അല്ലേ? നമ്മൾ കുട്ടിയായപ്പോൾ പോയിട്ടുണ്ടല്ലോ, നമ്മൾ കുട്ടിയായപ്പോൾ പോയതല്ലേ? എത്ര മിനിറ്റാണ്?
ഏറിപ്പോയ 15 മിനിറ്റ്. അത് അത്ര ഒന്നും ഒതുക്കൂല ചിലപ്പം. ഒരു 5-10 മിനിറ്റോ 15 മിനിറ്റോ. ഞാനും കുട്ടികളുടെ ഡോക്ടർ, അത് ഞാനും പീഡിയാട്രീഷ്യനാണ് ബേസിക്കലി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യുക ഒരു 10-15. നമുക്ക് ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടാവുള്ളൂ. പലപ്പോഴും ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കുട്ടികൾ വരിക ജലദോഷമാണ്, ചുമയാണ്, പനിയാണ്. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ആ കുട്ടീൻ്റെ ഓവറോൾ നോക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഗർഭാവസ്ഥയിലെ അമ്മയുടെ മാനസികാവസ്ഥ തുടങ്ങിയിട്ട് ജനന സമയത്ത് വന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്, അതേപോലെ കുട്ടി ഭക്ഷണം കഴിക്കുന്ന രീതി, കുട്ടിയുടെ ഉറക്കം, അങ്ങനെ എല്ലാ മേഖലയെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് മിനിമം എൻ്റെ ഒരു ഫസ്റ്റ് വിസിറ്റിന് 45 മിനിറ്റ്സ് ടു 1 hour എടുക്കും. അപ്പോൾ ഇൻ ഡെപ്തിൽ അപ്പോൾ എല്ലാം റിലേറ്റഡ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം നല്ല വൃത്തിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിറ്റത്തെ ദിവസം ഭയങ്കര പ്രശ്നമായി. അതേപോലെ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, അതേപോലെ കുട്ടികളുടെ വയറ്റിൽ നിന്ന് പോകുന്നത്, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പല ബിഹേവിയേഴ്സും കാണിക്കാറുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 45 മിനിറ്റ്സ് ടു 1 hour എങ്കിലും ഞാനൊരു കുട്ടീനെ കാണാൻ എടുക്കും. ഓവറോൾ പിന്നെ മാത്രമല്ല അവർ എന്ത് സറൗണ്ടിങ്ങിലാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചു ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്നെന്നറിയുന്നത് അവരുടെ പൊട്ടൻഷ്യൽ, ജനറ്റിക് പൊട്ടൻഷ്യൽ ഓരോരുക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. നിങ്ങളെല്ലാവരും ആയിക്കും എടുത്തേക്ക് എല്ലാവരും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നിങ്ങളിലൊക്കെ കുറഞ്ഞായിരിക്കും ഇൻകായിരിക്കും ഉണ്ടാവുക. കാരണം ഡോക്ടേഴ്സിന് ലാഷ് ആയിരിക്കും കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ച് ഒന്നിൽ മാത്രം സ്റ്റിക്ക് ചെയ്യില്ലല്ലോ. നിങ്ങളാണെങ്കിൽ വളരെ, എനിക്ക് നിങ്ങളെ ഫീൽഡിനെ കുറിച്ച് ഭയങ്കര ഡെപ്തിൽ അറിയില്ല, പക്ഷേ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും പോകുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളത്. പക്ഷേ ഡോക്ടേഴ്സ് ഇൻ ജനറലി അവരുടെ പ്രാക്ടീസും അവരുടേതായ ഇതായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഐക്യു വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഓരോ വ്യക്തിയുടേതും പൊട്ടൻഷ്യൽ വ്യത്യസ്തമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ എൻവിറോൺമെൻറ്റാണ്, സാഹചര്യം എങ്ങനെയാണ്, എത്രത്തോളം സ്റ്റിമുലേറ്റിംഗ് ആണ്. പിന്നെ അവരെ വളർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാരൻ്റാണ്, അവരെ നല്ലൊരു കെയർ ടേക്കർ, പാരൻ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിന് ഈക്വലി എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ 3 ഏരിയനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. അപ്പോൾ ഓരോ ഏരിയയിൽ നമ്മൾ ഇൻഡെപ്തിൽ പോകും. പിന്നെ എൻവിറോൺമെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ, ഇപ്പം കുട്ടികൾ അധികം മൊബൈൽ, TV അല്ലേ, അധിക സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ അധിക കുട്ടികൾക്കും മൊബൈൽ വെച്ചെടുക്കുക, TV വെച്ചെടുക്കുക. ഇത് ഭയങ്കര ഒരു പ്രശ്നമുള്ള സാധനമാണ്. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്, അതിലെടുത്തിട്ടേ ഉള്ളൂ. ഭയങ്കര പ്രശ്നങ്ങൾ. ഞാൻ ആ ടോപ്പിക്ക് പോകുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഡോക്ടർ കുറച്ച് മുന്നേ പല കാര്യങ്ങൾ പറഞ്ഞു. അതായത് 1.5 വയസ്സാകുമ്പോൾ കുട്ടി ഇങ്ങനെ നടക്കണം, ഈ ഒരു ഏജ് ആകുമ്പോൾ ഇങ്ങനെ കളർ മനസ്സിലാക്കണം, പിന്നെ ഇത്ര മാസമാകുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ. അപ്പോൾ അതാണ് ഒരു കൈൻഡ് ഓഫ് ചെക്ക് ലിസ്റ്റ് അല്ലേ. അതായത് ഇപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ 1.5 വയസ്സായി, കുട്ടി മുട്ടുകൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നൊരു ഏജായി, കുട്ടി സാധനം ഇങ്ങനെ പിടിക്കുന്നില്ല. അപ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അതായത് ഈ പീഡിയാട്രീഷ്യനെ കാണാനും അത് എന്തുകൊണ്ടാണ് അല്ല, അപ്പോഴാണ് ഡോക്ടറെ അടുത്ത് വന്നിട്ട് പിന്നെ ഡോക്ടർ അത് അനലൈസ് ചെയ്യുവാണ് എന്തുകൊണ്ടാണ് കുട്ടിക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഇല്ലാത്തത്. അത് കുട്ടിയുടെ ജനിക്കുന്നതിന് മുന്നോട്ടുള്ള കുട്ടിയുടെ ഈ അറ്റ്മോസ്ഫിയറും കുട്ടിയുടെ കാര്യങ്ങളും കുട്ടിയുടെ ഉറക്കവും എല്ലാം നോക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ മനസ്സിലാക്കിയിട്ടാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് തെറാപ്പി കൊടുക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾക്ക് ഡോക്ടർ എത്തുന്നത് അല്ലേ. അങ്ങനെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, കറക്റ്റാണ്. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ സാധാരണ ഒരു പാരൻറ്റിന് ഈ ഡെവലപ്മെൻറ്റൊക്കെ ഇങ്ങനെ മനസ്സിലാവുക. ഇത് ഫ്രീലി അവൈലബിൾ ഒരുപാട് ടൂൾസ് ഉണ്ട് കേട്ടോ. CDCയുടെ മൈൽ സ്റ്റോൺ ട്രാക്കർ എന്നാണ് ഒരു ആപ്പ് ഉണ്ട്, നല്ല ആപ്പാണത്. അതിൽ കുട്ടിയുടെ നോർമൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞുതരും, അതേപോലെ ഡെവലപ്മെൻറ്റ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും, പിന്നെ റെഡ് ഫ്ലാഗും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരും. ഓരോ മാസത്തിലും എന്തൊക്കെയാണ് വേണ്ടത്. CDC അതായത് US-ൻ്റെതാണ്, പിന്നെ അമേരിക്കൻ പിന്നെ പീഡിയാട്രിക് അസോസിയേഷൻ അണ്ടറിൽ വരുന്നതാണ് CDC മൈൽ സ്റ്റോൺ ട്രാക്കർ. നല്ലൊരു ആപ്പാണത്, ഇംഗ്ലീഷിലാണ്, അതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. പിന്നെ നമ്മുടെയൊക്കെ പിന്നെ അംഗനവാടികളിലൊക്കെ പോയി അതുപോലെ MCP കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗനവാടി ടീച്ചർമാരൊക്കെ കൊണ്ടുതരും. അതുപോലെ നമ്മുടെയൊക്കെ പിന്നെ ആശാ വർക്കർ അവർ കൊണ്ടുതരുന്നതാണ് MCP കാർഡ്. അതിലും കുറേ നോർമൽ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബുക്സാണ് അതൊക്കെ, അതിലൊക്കെ ഇത് മെൻഷൻഡ് ആണ്. ഒരുപാടുണ്ട് RBSKൻ്റെ ടൂൾസ്, അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആയ ടൂൾസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോർമൽ ആണോ നോക്കാം. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഇപ്പോൾ ജസ്റ്റ് മാരീഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും നെക്സ്റ്റ് ഒരു 3 ഇയറോ അല്ലെങ്കിൽ 5 ഇയറിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ബേബിനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഓട്ടിസം, ADHD ഇതെല്ലാം ഒരു ജനറ്റിക്കൽ ഡിസോർഡേഴ്സാണ്. അതായത് ജനറ്റിക്കലി കുട്ടികൾക്ക് വരുന്നതാണ്. അതിൽ നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫാമിലി വന്നു. അതിന് മുന്നേ വരെ എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും ഇല്ലാത്തൊരു ഡയറ്റ്,
അതേപോലെ തന്നെ ഒരു 2 വീക്സിൽ ഒരിക്കലെങ്കിലും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള KFC, മെക്ഡൊണാൾഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ഷവർമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു ഇതാണ്. പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അത് ഒരു 2 നേരം കഴിക്കും. കൂടുതലും ചിക്കൻ ആയിരിക്കും. ഒരു 80-90% ഞങ്ങളുടെയൊക്കെ ഡയറ്റിൽ ഉണ്ടായിരുന്നത് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിനെ നമുക്ക് കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ഇതിനെ എങ്ങനെയൊക്കെ ബാധിക്കാം? ഇനിയിപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലൈക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് 2-3 ഇയേഴ്സിനുള്ള ഒരു ബേബിനെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇതിലെന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഡോക്ടർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് കുട്ടിയുടെ ഡെവലപ്പിനെ എഫക്റ്റ് ചെയ്യും. ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പാരൻ്റ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പാരൻറ്റിന് നമ്മൾ ചിലർക്കൊക്കെ അറിയാതെ ഫോളിക് ആസിഡ് നമ്മൾ മിനിമം 1-1.5 മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ വൈഫ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് നേരിട്ട് നമ്മുടെ നട്ടിൽ ന്യൂറൽ ട്യൂബർ ഡിഫക്റ്റ്, സ്പൈനാ ബിഫിഡ് അങ്ങനത്തെ കണ്ടീഷന് പ്രശ്നമുണ്ട്. കാരണം ചിലർ പ്രഗ്നൻ്റ് ആയി കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടറെ അടുത്ത് പോവുക. അപ്പം സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്നൊരു കാര്യമാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ മദറിൻ്റെതാണ് കേട്ടോ കുറേ സ്റ്റഡീസ് ഉള്ളത്. ഫാദറിൻ്റെത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മദറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സ്, പ്രഗ്നൻസിയുടെ സമയത്ത് സ്ട്രെസ്സ്, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രെസ്സ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് നയിക്കാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം മദറിൻ്റെ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താവും, ശരീരത്തിലെ കോർട്ടിസോൾ കുട്ടികളിലെ പ്ലാസൻ്റ് വഴി പോയിട്ട് കുട്ടികളിൽ പ്രീ ടേം ബർത്ത്, അതേപോലെ ന്യൂറോ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാമെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഫോളിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം പ്രഗ്നൻസി. നിങ്ങൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങളൊരു പ്ലാൻഡ് ഉള്ളൊരു സംഭവമാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മദറിന് സ്ട്രെസ് ഇല്ലാത്തൊരു ടൈമായിട്ട് ആവണം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നായിരിക്കും നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് ആസ് ഒബ്സ്ട്രറ്റീഷ്യൻസും ഗൈനക്കോളജിസ്റ്റും ഒക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു തരുന്ന ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ, എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ വേണ്ട ഓരോ ന്യൂട്രിയൻസിനും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാനും ഈ KFCയും അതുപോലെ പല പല ഫ്രൈഡ് ചിക്കനും ഒക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ചിക്കൻ ഭയങ്കര നല്ലതാണ്. സോറി വെച്ചാൽ ഐഡിയൽ പ്രോട്ടീനാണ്, നല്ലൊരു പ്രോട്ടീനാണ് ചിക്കൻ. നമ്മുടെ മലയാളികളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളൊക്കെ പൊണ്ണത്തടിയിലേക്ക് പോകാനുള്ള മെയിൻ കാരണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അമിതമായ ഉപയോഗമാണ് അല്ലേ. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കാർബ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡയറ്റുകളൊക്കെ ഇല്ല. ചോറ് കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക, മധുരപലഹാരങ്ങൾ കുറയ്ക്കുക, പിന്നെ കഞ്ഞി, ഇതിലൊക്കെ വീറ്റാണെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അപ്പോൾ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കുന്നത് അത്രത്തോളം കാർബ്സും കഴിക്കണം. ഒരു പ്ലേറ്റ്, മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരു 50% മുറിച്ച് കഴിഞ്ഞാൽ 25% നമ്മുടെ ഡയറ്റിൽ കാർബ് ഉണ്ടായിരിക്കണം, 25% പ്രോട്ടീൻ ആയിരിക്കണം. ഇത് ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം. പിന്നെ നമ്മൾ കൂടെ തന്നെ കഴിക്കണം, ബാക്കിയുള്ള 50-ൽ 25% ഫ്രൂട്ട്സും 25% പിന്നെ വെജിറ്റബിൾസ് ആയിരിക്കണം. പിന്നെ ഒരു ഡയറി പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ യോഗർട്ട് ആവാം, അല്ലെങ്കിൽ പാലാവാം. ഇഷ്ടപ്പെടുന്നൊരു ഒരു ഡയറി പ്രൊഡക്റ്റും കൂടി ഉണ്ടെങ്കിലാണ് ഐഡിയൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് സംഭവം ഈസിയാണ്. നമ്മൾ കഴിക്കുന്ന ഈ ഫ്രൈഡ് ചിക്കൻ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വേറെ ക്വസ്റ്റ്യനാണ്. അത് നമുക്കിപ്പം പോകാൻ പറ്റില്ല. എല്ലാ ഭക്ഷണത്തിലും ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് വേ ഓഫ് കുക്കിംഗ് കാരണം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വേറൊരു ഇഷ്യൂ ആണ്. പക്ഷേ കമ്പണൻസ് ഇങ്ങനെ ആയിരിക്കും ഐഡിയൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പം ഒരു ചെറിയൊരു ബ്രെഡ് കൂടെ കഴിക്കാം. പിന്നെ പ്രിഫറബിളി വീറ്റാണ് നല്ലത്, മൈദ ഐഡിയൽ എന്നല്ല. ഡൈജഷനും കാര്യങ്ങൾക്കും പ്രശ്നമായിരിക്കും. പിന്നെ കൂടെ ഒരു ഫ്രൂട്ട്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാവുക എന്നുള്ളത് നല്ലതായിരിക്കും. പിന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇതാണ് ഡയറ്റിൻ്റെ കാര്യം അറിയുന്നത്. ഓക്കെ, ഇത് ഐഡിയലായിട്ട് നല്ലൊരു ഡയറ്റും സ്ട്രെസ് ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആവുക. പ്രഗ്നൻസി പീരീഡ് ആണെങ്കിലും ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ മദർ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം
ടോളറബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് ഈ നമ്മുടെ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്ന, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സ്, അതിൻ്റെ ബിയോണ്ട് ആവാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസി നമ്മൾ നിർബന്ധമായിട്ടും നല്ലൊരു ഒബ്സ്റ്റട്രീഷനെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ടൈംലി നമുക്കിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് നേരത്തെ തന്നെ ഒരു USG വഴി ഒരുപാട് ടെസ്റ്റുകൾ വഴിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ പല ജനറ്റിക് പ്രോബ്ലങ്ങളും പല കൺജനിറ്റൽ അനോമലീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് എനിക്ക് ഗൾഫിൽ നിന്നൊരു പാരൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണ്. അപ്പോൾ അവർ പ്രഗ്നൻസിയുടെ സമയത്ത് വിദേശത്തായിരുന്നു, മിഡിൽ ഈസ്റ്റിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ആരും പറഞ്ഞെടുത്തില്ല എന്ത് സ്കാനിങ് ചെയ്യണമെന്ന്. നമുക്കൊക്കെ അറിയുന്ന കാര്യം, എല്ലാവരും സ്കാനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് വേറെ നിർബന്ധമൊന്നുമില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവർ അറിഞ്ഞില്ല ഡൗൺ സിൻഡ്രം ഉണ്ട് കുട്ടിക്ക്. ഡൗൺ സിൻഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയണമെങ്കിൽ അബോർട്ട് ചെയ്യേണ്ടവർക്ക് അബോർഷൻ ചെയ്യാം. അതെല്ലാം അവർക്ക് സെലക്റ്റീവ്, ചില കുട്ടികൾ പാരൻസ് തീരുമാനിക്കും എനിക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, അത് അവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു ഒബ്സ്റ്റട്രീഷനെ ഫോളോ അപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സ്കാനിങ്ങിൽ തന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റും. ഡബിൾ മാർക്കറും ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്, പിന്നെ ബ്ലഡിലുള്ള ടെസ്റ്റുകളുണ്ട്. അതേപോലെ സ്കാനിങ്ങിൽ വരുന്ന NT എന്നൊക്കെ പറയുന്ന ഇതും നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ഒരുപാട് അനോമലീസ് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊരു സെക്കൻഡ് ട്രൈമസ്റ്റർ അനോമലി സ്കാൻ എന്ന് പറയും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പിന്നെ ഓൾറെഡി ഒരു ജനറ്റിക് പ്രോബ്ലം സസ്പീഷ്യസ് ആയൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കുട്ടിയിൽ നേരത്തെ തന്നെ ഇപ്പം ഒരുപാട് 10 ആഴ്ചയിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡുകൾ, NIBT എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ സെൽസ് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ പല ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാം. അതേപോലെ അമിനിയോസിന്തസിസ്, അതൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിയ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, ഒരു പരിധി വരെ കഴിയും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ജനറ്റിക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അല്ല, അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ പേരൻസ് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുക, ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡോക്ടർ പറഞ്ഞ ഐഡിയൽ സെനാരിയോ എല്ലാ രീതിക്കും പേരൻസ് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. അപ്പോൾ എന്നാലും കുട്ടികളുടെ ഈ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസും അത് 100% നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ ലൈഫ് സ്റ്റൈൽ കാരണം എത്രത്തോളം പെർസെൻറ്റേജ് കുറയുന്നുണ്ട്, അതിൻ്റെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. കാരണം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേമാണ്. അതിൽ ഓരോ കമ്പണൻറ്റിനും ഇൻഡിവിജ്വൽ സ്റ്റഡി ഉണ്ടാവും. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞ പ്ലാൻഡ് പ്രഗ്നൻസി ആവുക, സ്ട്രെസ് ഒഴിവാക്കുക, ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കലായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ അഡിക്വേറ്റ് ആയിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഉണ്ടാവുക എന്നുള്ള നിർബന്ധമാണ്. പിന്നെ നല്ല സ്ലീപ്പ് ഉണ്ടാവും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇൻ ജനറൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒബ്സ്റ്റട്രീഷനെ കാണിച്ചിട്ട് ടൈമില്ല നേരത്തെ പറഞ്ഞ ഫോളിക് ആസിഡും കാൽഷ്യം അയണൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡയറ്റിൽ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നല്ല കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സിനേക്കാളും നല്ലത് എപ്പോഴും ഡയറ്റിലുള്ള മോഡിഫിക്കേഷനാണ്. വാൽനട്ട്, അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള നട്ട്സും, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ omega-3 അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇതുണ്ട്. അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാ സപ്ലിമെൻ്റ് എന്നല്ല, നമ്മുടെ ഡയറ്റിൽ തന്നെ മോഡിഫൈ ആവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ എത്ര വർഷമായി സർവീസിലായിട്ട്? ഞാൻ ബേസിക്കലി എൻ്റെ MBBS ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 അന്ന് മുതൽ എനിക്ക് ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്ത് തന്നെ ഇംഹാൻസ് പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ PG ചെയ്തത് പീഡിയാട്രിക്സിലാണ്. ആ സമയത്ത് ഞാൻ ADHDയിലൊരു സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ADHDയുടെ കുട്ടികളുടെ എങ്ങനെയാണ് അത് അവരുടെ ക്ലിനിക്കൽ പ്രൊഫൈൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഹാൻസിൽ കുറച്ച് ഒബ്സർവേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2022 ഞാൻ CMC വെല്ലൂർ പോകുന്നത്. അവിടെ നിന്നാണ് അതിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ചെയ്യുന്നത്. 2 years ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ MBBS ജേർണി മുതലേ ഞാൻ ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു സർവേ കണ്ടിരുന്നു. ഈ കോക്കോമെലൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കുട്ടികൾക്കുള്ള വീഡിയോസാണ്. അത് കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവ് അല്ലാത്ത ചേഞ്ചസ് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിലൊക്കെ ടാബിൻ്റെ യൂസേജും റീൽസ് വരലും യൂട്യൂബിൽ ഷോർട്സ്, കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഷോർട്സ് കാണിക്കണം എന്നാണ്
യൂട്യൂബിൽ. അപ്പോൾ അവർക്ക് അങ്ങനെ സ്വൈപ്പ് ചെയ്യാനേ അറിയുള്ളൂ. പക്ഷെ അവരെന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ഉമ്മമാരൊക്കെ ചിന്തിക്കുന്നത് ഓക്കെ ആ ടൈമിൽ കുട്ടി ഭക്ഷണം കഴിക്കുമല്ലോ എന്നുള്ളതുള്ളൂ ചിന്തിക്കുന്നത്. പക്ഷേ എന്താണ് ഈ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ ഡോക്ടറിൻ്റെ ഇപ്പോൾ ഈ പേരൻസൊക്കെ കാണാൻ വരുമ്പോൾ അങ്ങനത്തെ കേസസൊക്കെ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതൽ പറയാറുള്ളത്, അതുപോലെ ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ? സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ടി വി ആവാം, മൊബൈലാവാം, ടാബ്ലറ്റ് യൂസേജ് ആവാം, എന്തും ആവാം. സ്ക്രീൻ ആയിട്ടുള്ള ഏത് ഡിവൈസസും ഓവറോൾ നമ്മുടെ സ്ക്രീൻ ടൈം എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് പഠനങ്ങളിൽ റീസെൻറ്റ് പഠനങ്ങളിൽ പറയുന്നത് കുട്ടിയുടെ ഏർലി ഡെവലപ്മെൻറ്റ്, ഞാൻ പറഞ്ഞത് ആദ്യത്തെ 2 ഇയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കോഗ്നിഷൻ ഡെവലപ്മെൻറ്റും, ഇതിലൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടെന്ന്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചിലൊക്കെ പുതിയ ടേംസൊക്കെ വരുന്നുണ്ട്, വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അതൊരു മെഡിക്കൽ ടേം അല്ല, ആക്സെപ്റ്റഡ് ടേം അല്ല എങ്കിൽ പോലും ഇപ്പം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. അതുകൊണ്ട് മാത്രം എന്നൊന്ന് പറയാൻ ഡിഫിക്കൾട്ടാണ്. പക്ഷെ പഠനങ്ങൾ പറയുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 to 3 ഇയേഴ്സിൽ തന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ പിന്നെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ആണെങ്കിലും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ആണെങ്കിലും ആദ്യത്തെ 2 വയസ്സിൽ നിർബന്ധമായിട്ടും മൊബൈലോ ടി വിയോ ഒരു സ്ക്രീൻ ഡിവൈസും കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ കോക്കോമെലൺ സ്റ്റാർട്ടാവുന്നത്. ഇപ്പം എൻ്റെ മോള് വരെ ആ ഒരു സമയത്ത് കോക്കോമെലൺ കണ്ടിട്ടുണ്ട്. കോക്കോമെലൺ കാണാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കോക്കോമെലണിലേക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇവർക്ക് ഏജ് അഡിക്വേറ്റ് കണ്ടൻ്റ് അല്ല, വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. അതുപോലെ അവരുടെ ഇൻ ജനറലുള്ള സ്ക്രീൻ ടൈമിലെല്ലാ ഇഷ്യൂ ഇതുപോലെയുള്ള വീഡിയോസും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ 2 ഇയേഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെയും കുട്ടികൾ അറ്റൻഷൻ, ഹയർ മെൻ്റൽ ഫങ്ഷൻസും കോഗ്നീഷനും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റീൽസ് അതുപോലെ ഷോർട്സ്, ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു സന്തോഷം കിട്ടണം, ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മളെയും പോലെ അതേപോലെ കുട്ടികളിൽ എസ്പെഷ്യലി ഒരു പ്രീ സ്കൂളറിന് അറ്റൻഷനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിക്കും ഇമ്പൾസിവിറ്റിക്കും കാരണമാവുന്നുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ ADHD ഉള്ള കുട്ടികളിലോ അല്ലെങ്കിൽ ADHD വരാൻ സാധ്യതയുള്ള കുട്ടികളിലോ ഈ സ്ക്രീൻ ഡിവൈസ് കാരണം ഈ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടികളെടുക്കുകയാണ്, അവരുടെ പഠന വൈകല്യങ്ങളും പഠന സംബന്ധമായ പ്രശ്നങ്ങളിലും ആളുകളോട് ഇടപഴകുന്നതും ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ അഡോളസെൻ്റ് അല്ലേ, അഡോളസെൻറ്റിൽ പിന്നെ 10 തൊട്ടിട്ട് 20 വയസ്സിന് ഇടയിലുള്ള ആളുകളെ നമ്മൾ അഡോളസെൻ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രായത്തിൽ ഈ അമിതമായ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം കാരണം, പല സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ പോലെ സൈക്യാട്രിക് പ്രോബ്ലങ്ങൾ കൂടി വരുന്നുണ്ട് എന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻ ജനറൽ പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ 0 to ആദ്യത്തെ 2 വയസ്സിൽ 0 ആണ് പറയുന്നത്. പിന്നെ 2 to 5 കൊടുക്കാം, ഒരു 1 hour വരെ മാക്സിമം കൊടുക്കാം. പക്ഷേ കണ്ടൻറ്റ് അഡിക്വേറ്റ് ആയിരിക്കണം, അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. പിന്നെ അതിൽ കഴിയുന്നതും ഒരു കൂടെ ഒരാൾ കൂടി ഇരുന്നിട്ടുള്ള ഷെയർഡ് എൻഗേജ്മെൻ്റ് ആയിട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം. പിന്നെ അത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് ഇല്ല എന്നുള്ള കുട്ടികൾക്കായിരിക്കണം. ഈ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. 5 year പ്ലസ്സിൽ മാക്സിമം 2 hours വരെ കൊടുക്കാം. പക്ഷേ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, എഡ്യൂക്കേഷണൽ കണ്ടൻറ് ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഈ കാർട്ടൂൺസിനൊക്കെ വേറെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാർട്ടൂണിക്ക് ഞാൻ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ഒരുപാട് കുട്ടികൾ ഞാൻ വാച്ച് ചെയ്യുന്നതിൽ കാർട്ടൂൺ കാണുന്ന കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി നന്നായിട്ട് കൂടുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും പിന്നെ കാർട്ടൂണിക് സ്റ്റൈലിൽ സംസാരിക്കുന്നതും മാത്രമല്ല വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് ഈ ക്യാരക്ടേഴ്സൊക്കെ, അത് പ്രശ്നമാണ്. പിന്നെ ഇതൊന്നും റിയലിസ്റ്റിക് അല്ല, ഒക്കെ വേർച്വലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് അവർ റിയൽ വേർച്വൽ അല്ലെ ഉള്ളത് ഇല്ലാത്തത് എന്ന ഡിഫറൻസ് ആളുകൾക്ക് മനസ്സിലാവുന്ന പ്രായമല്ല ഈ പ്രീ സ്കൂള്, ഒരു 2 തൊട്ടിട്ട് 8 വയസ്സ് എന്ന് പറയുന്ന പ്രായത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർ റിയൽ വേൾഡിലുള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറയുന്നത് ബിഗ് നോട്ട് ടു കാർട്ടൂൺസ്. ലൈക്ക് എല്ലാവരും നമ്മൾ കാർട്ടൂൺ കാണാത്ത കുട്ടികൾ ഉണ്ടാവില്ല, എന്നാലും ഡോക്ടർ പറയുന്നത് ഇറ്റ്സ് ബെസ്റ്റ് ടു കംപ്ലീറ്റ്ലി അവോയ്ഡ് കാർട്ടൂൺസ് എന്നാണ്. അതെ, ബെറ്റർ ടു അവോയ്ഡ്. പിന്നെ ചില കാർട്ടൂൺസ് ഉണ്ട്, എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല, കുറേ കാർട്ടൂൺസ് ഉണ്ട് ഏജ് അഡിക്വേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങൾ
നമ്മൾ സാധാരണ 1x ഇടുക. അപ്പോൾ ഒരു 0.75 അല്ലെങ്കിൽ 0.5 ഇട്ടിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോൾ ഇതിനോട് നോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ് അതാണല്ലോ, ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് പേരൻസ് കാണുന്നത് അതാണ്. അപ്പോൾ ഇതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വാട്ട് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ? കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പ്ലേ ടൈം കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ബെസ്റ്റ് സൊല്യൂഷൻ ഡോക്ടർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓരോ ഏജിനും വ്യത്യസ്തമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെ പാരൻസ് ബിസിയാണ്, അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഏറ്റൊരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കുക. ഒരു കുട്ടീൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന എപ്പോഴാണ്? ആദ്യത്തെ 5 to 8 years. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈം അതാണ്. അപ്പോൾ ഈ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം തന്നെ. അതെ, നമ്മളെ ടൈമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ സംസാരിക്കുക, അതുപോലെ അവരുടെ ലെവലിൽ ഇരുന്നിട്ട് കളിക്കാൻ നോക്കണം. നിങ്ങൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾ സോഫയിലും കുട്ടി നിലത്തും അല്ല വേണ്ടത്. നിങ്ങൾ താഴെ ഇരുന്നിട്ട് അവരുടെ ഐ കോണ്ടാക്റ്റിൽ ഇരുന്ന് അവരെന്ത് കളികളിലാണോ ഉള്ളത് അവരുടെ കളികളിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ ഒന്ന് അത്, പിന്നെ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിംസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പസിൽസ്, അതുപോലെ പല രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് നല്ല ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആൾട്ടർനേറ്റീവ്. ടോയ്സ് ഒക്കെ നല്ലത് തന്നെയാണല്ലേ അപ്പോൾ എല്ലാ രീതിക്കും നോക്കുകയാണ്? ഓക്കെ, അതായത് ടോയ്സിന് ഏജ് അഡിക്വേറ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസം തൊട്ട് 1 വയസ്സിന് താഴെ കുട്ടികൾ കോസ് ആൻഡ് എഫക്റ്റ് പ്ലേ എന്ന് പറയും. ഒരു സാധനം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലുക്കി, റാറ്റിൽസ്, പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാവുന്നത്, തൊട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരുന്നത്, അങ്ങനെ എഫക്റ്റുള്ള ടോയ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 1 ഇയറിലാകുമ്പോൾ നമുക്ക് എങ്ങനത്തെ ടോയ്സ് ആയിട്ട് കൊടുക്കുക? കുട്ടിയുടെ ഉപയോഗം അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന പ്രായം തുടങ്ങും 1 വയസ്സ്. അപ്പോൾ കാറ്, പിന്നെ അതുപോലെ ഓരോ കോമ്പ്, മുടി ചീകുന്ന സാധനങ്ങൾ, പിന്നെ ഒരു 1.5 വയസ്സൊരു ഡൊമസ്റ്റിക് മിമിക്രി എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഓരത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വലിയ ചൂലെടുത്ത് അടിച്ചു വരാൻ ശ്രമിക്കുന്ന കുട്ടികൾ ചെറിയ ചൂല്, ചെറിയ രീതിയിലുള്ള കുക്കിംഗ് സെറ്റ്, അതുപോലെ പിന്നെ ഈ ഡോള്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഈ സമയത്ത് തന്നെ കുട്ടികളെ പ്രിട്ടൻ പ്ലേ, ഇമേജിനേറ്റീവ് പ്ലേ ഭയങ്കര കൂടുതലായിരിക്കും. ഒരു 1.5 വയസ്സ് മുതൽ ഒരു 5 വയസ്സ്. ഇപ്പോൾ നല്ല ഡോൾ, അപ്പോൾ അതുപോലെ കുക്കിംഗ് സെറ്റ്, പല അവരുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്തമായിരിക്കും ഇൻട്രസ്റ്റ്. ആൺകുട്ടികൾക്കാകുമ്പം റോഡ്, ട്രാക്ക്, പിന്നെ ഹീറോസ്, അങ്ങനത്തതൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഇമാജിനേറ്റീവ് പ്ലേ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പിന്നെ തന്നെ പ്രീ സ്കൂൾ, ഒരു 3 വയസ്സിൻ്റെ കുട്ടികൾക്ക് കളർ കൺസെപ്റ്റ് വരും, മാച്ചിങ്, സോർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ടോയ്സ് കൊടുക്കുക. പ്രീ സ്കൂൾ കോൺസെപ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സൈസ് കോൺസെപ്റ്റ്, ഷേപ്പ് കോൺസെപ്റ്റ്, റഫ്, ടഫ്, അങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പല ടോയ്സും ഉണ്ട്. അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടോയ്സ് ഫോർ 2 to 3 എന്ന് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി കിട്ടാവുന്നതാണ്. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടത്. പിന്നെ ഓരോരുത്തർ ഇൻട്രസ്റ്റ് ഉണ്ട്. 5 or 6 years ആകുമ്പോൾ കുട്ടികൾക്ക് കുറേ ഇൻട്രസ്റ്റ്. ചില കുട്ടികൾ നന്നായിട്ട് ഡ്രോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കാം, ചില കുട്ടികൾ നന്നായിട്ട് ഔട്ട്ഡോർ പ്ലേയിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ച് ടോയ്സ് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ചില കുട്ടികൾ നന്നായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക. എൻ്റെ മോള് 5 വയസ്സാണ്, അവൾക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാറ് ബുക്സാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ജനറലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ അവരുടെ 20s കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് കുട്ടികളാവുമ്പോൾ ആ ഒരു അച്ഛനാവാൻ പോവുകയാണല്ലോ എന്നുള്ള ഒരു ടെൻഷനുമുണ്ട്, എല്ലാ സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചില ചിന്തകളുണ്ട്, എങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, ഇതുവരെ എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് കമ്മിയായിരുന്നു, ഇനി കുറച്ച് സീരിയസ് ആവണമല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആലോചിച്ചോട് പേടിയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരാറുണ്ടോ? അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഡോക്ടർ എന്താണ് പറയാറുള്ളത് കാര്യങ്ങൾ? സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഞാനും ആ ഫേസിലൂടെ കടന്നു പോയ ആളാണ്. ഫ്രണ്ട്സ് ഒരുപാട് പേര് അങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പം അത് റെസ്പോൺസിബിലിറ്റി ആണോ, അതൊരു ബാധ്യതയാണോ, അല്ലെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് കാണണോ എന്നുള്ളത് ഓരോ ആളുകളുടെ ഡിസിഷനാണ്. മാരേജ് പോലും ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയി കാണുന്ന ആളുകളുണ്ട്. അതേസമയം നമുക്കൊരു പാർട്ട്ണറുണ്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്ത് അത് പിന്നെ വളരെ വെയിറ്റ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടും ഇതിനൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എൻജോയ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പ്രോബ്ലംസ് എപ്പം വേണമെങ്കിലും വരാം, നമ്മുടെ കൈകളിലല്ല. ഒരു 90% പ്രശ്നങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. 10% പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അടുത്ത് വരുന്ന ഈ ജനിതകമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റലായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഇതിന് കറക്റ്റ് ഇത് ഇന്നത് കൊണ്ട് വന്നു എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. പല പാരൻസും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് എൻ്റെ കുട്ടിക്ക് ഇത് എന്തുകൊണ്ട് വന്നു, ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, ഞങ്ങൾ രണ്ടുപേരും ടോപ്പേഴ്സാണ്, സ്കൂളിലൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇന്ന പ്രശ്നമില്ല, പക്ഷേ എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് ഓട്ടിസം വന്നു. സത്യം പറയാൻ ആസ് എ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ എനിക്ക് പലപ്പോഴും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയാറില്ല. അത് ഒരു അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടും എന്നുള്ളത് ഇല്ല അത്രേ. അപ്പം ഒരു 10% പ്രോബ്ലം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ ഓരോ ഫേസും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നത്. ഓരോ ഫേസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും. അത് വളരെ കാഷ്വലായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആസ് എ പാരൻ്റ് നല്ല പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാര്യത്തിനും നമ്മൾ പോകുമ്പോൾ പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ ടൈമിലും അതിൻ്റെ എക്സ്പെർട്ടീസിനോട് ചോദിക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പോകുമ്പോൾ പ്ലാൻ ചെയ്യാൻ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഒബ്സ്റ്ററ്റീഷ്യനെ കാണാം. ഒബ്സ്റ്ററ്റീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്നാണ് കേട്ടോ നമ്മൾ ഇൻ ജനറൽ പറയുക. ഗൈനക്കോളജിസ്റ്റ് എന്ന ടേം തന്നെ സ്ത്രീ പാർട്ടാണ്, ഒബ്സ്റ്ററ്റീസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി. അപ്പോൾ നേരത്തെ ഒരു ഒബ്സ്റ്ററ്റീഷ്യനെ കാണാം, ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന. അപ്പോൾ ഒബ്സ്റ്ററ്റീഷ്യൻ അത്യാവശ്യം സംസാരിക്കുന്ന, നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒബ്സ്റ്ററ്റീഷ്യനെ കാണാം. അപ്പോൾ ഒബ്സ്റ്ററ്റീഷ്യൻ പറഞ്ഞു, ഒബ്സ്റ്ററ്റീഷ്യൻ എന്ത് ചെയ്യും, ഫാമിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുതരും. പിന്നെ പല സ്ത്രീകൾക്കും HB ഹീമോഗ്ലോബിനൊക്കെ കുറവുണ്ടാവാം, ചിലപ്പോൾ ചില വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഒക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കും. അപ്പോൾ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് സപ്ലിമെൻറ്റ്സും ഡയറ്റിൽ ചേഞ്ചസും മോഡിഫിക്കേഷൻസും, ചില ആളുകൾക്ക് ഡയബറ്റിക് ആയിരിക്കാം, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതിൽ ഫാമിലി റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുന്നു, അത് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഒബ്സ്റ്ററ്റീഷ്യനുമായിട്ട് കോൺടാക്റ്റിൽ മുമ്പോട്ട് പോകുമായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ. പിന്നെ സ്ട്രെസ്സ് ഉണ്ട്, അത് ഒരു ഭയങ്കര സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലെറ്റ് ഗോ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നത് അത് കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പഠനങ്ങളെല്ലാം പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കോർട്ടിസോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ പഠനങ്ങളിലും ഗവേഷണങ്ങളും പറയുന്നത് അത് പിന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം, വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റണം. ഒരു ഒബ്സ്റ്ററ്റീഷ്യൻ ചിലപ്പോൾ നമുക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അത് നിർബന്ധമായിട്ടും മടിക്കാണ്ട് തന്നെ പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ആസ് എ ഹസ്ബൻഡ്, ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വൈഫ് ആ സമയത്ത് ഹാപ്പി ആയിരിക്കണം. അത് ഹാപ്പി ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു വൈഫിനെ സന്തോഷത്തിലാക്കുക എന്നുള്ളതാണ് ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ആണുങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ടൈമിൽ. അതെ, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്നെ ടൈമായിരിക്കും പലർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറ്. ടൈം കൊടുക്കുക, അവരോട് ഇരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. മെൻസസിൻ്റെ സമയത്ത് അവർക്ക് പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ അവർ പെട്ടെന്ന് പിന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും അവരെ നേരത്തെ മനസ്സിലാക്കുക, ഇന്ന പ്രശ്നം ഇന്നതുകൊണ്ടായിരിക്കാം, ഇന്ന ദേഷ്യപ്പെടുന്ന ഇന്നത് കാരണമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഡിഫിക്കൾട്ടായിരിക്കും, അവരെ നന്നായിട്ട് നമുക്ക് ലേൺ ചെയ്യേണ്ടി വരും. അപ്പം അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നേരത്തെ തന്നെ അവരെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ ഹാപ്പി ആയിട്ട് അവരെ കൊണ്ടുപോകുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. അത് ജസ്റ്റ് പാർട്ട്ണറിന് കൊടുക്കുന്നൊരു എന്താ പറയുക, നമ്മൾ ഔദാര്യമല്ല, ആസ് എ ഫാമിലി എന്നുള്ള രീതി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ വരാനിരിക്കുന്ന ഒരു കുട്ടിക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കുട്ടിയാണല്ലോ, ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് വൈഫിനെ ഹാപ്പി ആയിട്ടിരിക്കുക, അതേപോലെ വൈഫിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നല്ലൊരു ഒബ്സ്റ്ററ്റീഷ്യൻ ഗൈനക്കോളജിസ്റ്റായിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ടാവുക. ഗൈനക്കോളജിസ്റ്റിനൊക്കെ പലപ്പോഴും ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ഒരാളായിട്ട് കാണരുത്. അതിൻ്റെ ഒരു പ്രഗ്നൻസി തന്നെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇപ്പം തന്നെ ഇൻട്രാ യൂട്രൈൻ സർജറികൾ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സർജിക്കലായിട്ടും മെഡിക്കലായിട്ടും പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഭയങ്കരമായ ജനറ്റിക് പ്രശ്നങ്ങൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അബോർഷനും ചെയ്യാൻ പറ്റും. അതേപോലെ ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് സർജിക്കലും അതുപോലെ കുറേ പരിഹാരങ്ങൾക്കുള്ള വഴികൾ ഇന്നുണ്ട്. ഈ സർജിക്കലായിട്ട് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ സർജിക്കലായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റിയതുണ്ട്?
സർജിക്കലായിട്ട് ഇപ്പോഴും കുറേ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ചില നമ്മൾ ട്യൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഇൻട്രായൂട്ടേ ആയിട്ട് നമുക്ക് അത് പ്രഷർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ്റെയും പല ഭാഗങ്ങളും എഫക്റ്റ് ചെയ്യുന്ന അതിനെ അത് കുറച്ച് കൊടുക്കുക. പിന്നെ 2 ട്വിൻസായിട്ടിരിക്കുമ്പം ചിലപ്പം പ്രശ്നങ്ങളുണ്ടാവുക. ഒരു ട്വിന്നിന് മാത്രമുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്വിന്നിന് മാത്രമായിരിക്കും ഓരോ ഇത് കിട്ടുന്നുണ്ടാവുക. അപ്പം അത് പരിഹരിക്കുന്നത് അങ്ങനെ കുറേ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറേ സർജിക്കലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേയൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ചിലതൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഓക്കെ ഡോക്ടർ, ഈ നോർമൽ ഡെലിവറിയും സി സെക്ഷനും ഉണ്ടാകുന്ന ബേബീസിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ആയിട്ട് എന്തെങ്കിലും കോറിലേഷൻ കാണാറുണ്ടോ? ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചിലർ പറയാറുണ്ട് ഈ വജൈനൽ ട്രാക്റ്റിലൂടെ കുട്ടി കടന്നു വരുമ്പോൾ കുട്ടിക്ക് ഒരുപാട് ന്യൂറോ ഡെവലപ്മെൻ്റലിയും പിന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ഐഡിയൽ എന്ന് പറയുന്നത് വജൈന വഴി വരുന്നതാണ്. നമ്മുടെ റൂട്ട് ഒരു ആർട്ടിഫിഷ്യലാണ് എങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഭയങ്കരമായ ഡിഫറൻസ് ഇതുവരെ തോന്നിയിട്ടില്ല. സി സെക്ഷൻ ചില സമയത്ത് സി സെക്ഷൻ നിർബന്ധമായിരിക്കാം. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് ഓക്സിജൻ കിട്ടാനല്ല. ഓക്സിജൻ കിട്ടുന്നതിന് സൈൻ എന്താണെന്ന് പറയാം, കരയുക. കുട്ടി കരയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്കറിയില്ല ഈ പ്ലാസൻ്റ അല്ലേ, മറുവിലൂടെയാണ് കുട്ടികൾ അതുവരെ ഓക്സിജനും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കിട്ടുക. പെട്ടെന്ന് പുറത്തോട്ടുള്ള ലോകത്താണ് അവർ വരുന്നതെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് അവർക്ക് ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ബ്രെയിനിൽ ഭീകരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നല്ല ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഹൈപ്പോക്സിക് ഇഷ്കീമിക് ഇഞ്ചുറി എന്ന് പറയും. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന കാര്യം. അപ്പോൾ പലപ്പോഴും സി സെക്ഷൻ നിർബന്ധമാവാറുണ്ട്. അപ്പോൾ അതെല്ലാം ചില പാരൻസിൻ്റെ പ്രിഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സി സെക്ഷൻ ആണോ നോർമൽ ഡെലിവറി ആണോ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വൈഫ് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ ആഗ്രഹിക്കാത്ത ആളായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ ട്രൈ ചെയ്തു, പിന്നെ നമ്മൾ വേഗം സി സെക്ഷനിലേക്ക് പോകാനുണ്ടായത്. കൂടുതൽ പിന്നെ വൈഫിൻ്റെ പാർട്ടെന്നും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ആസ് എ പാർട്ട്ണർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് നോർമൽ ഡെലിവറിയിൽ എന്നുള്ളത് നോക്കേണ്ടത്. ഡോക്ടർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റിലും പാരൻറ്റിലൊക്കെ ഒരുപാട് മിത്സ് ആൻഡ് ഫാക്ട്സ് ഉണ്ട്. അതിൽ ഞാൻ റീസെൻ്റ്ലി ഞാൻ നോക്കിയ സമയത്ത് കേട്ടൊരു മിത്താണ് ഈ റോളിംഗ് വാക്കർ ഉണ്ടല്ലോ, വട്ടത്തിലുള്ള കുട്ടികളെ ഇരുത്തിയിട്ട് വാക്ക് ചെയ്യുന്ന സംഭവം. ആ സംഭവത്തിൽ കുട്ടികളെ ഇരുത്തി അവർ വാക്ക് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നവരുണ്ട്, ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നവരുണ്ട്. അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുട്ടികൾ നിൽക്കും. അപ്പോൾ അവർക്ക് നോർമൽ വാക്കിങ്ങിൽ കുറച്ച് ഡിലേ വരും എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ സാധനം ലൈക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാക്കിംഗ് പെട്ടെന്നാവും എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ ഒരു മിത്സ് ആൻഡ് ഫാക്റ്റിൽ അത് എന്തിലാണ് വരുന്നത്? നമ്മൾ ഈ റോളിംഗ് ടൈപ്പ് ഓഫ് വാക്കർ എന്ന് പറയുന്നത് US ബാൻഡാണ്, ഒരുപാട് കൺട്രീസിൽ ബാൻഡാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. ഡെവലപ്മെൻറ്റ് ഡിലേ മാത്രമല്ല, ഒരു സേഫ്റ്റി കൺസേണും കൂടിയുണ്ട്. കുട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കുടുങ്ങി പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ നടത്തം ഡിലേ ആക്കുന്നുള്ളത് 100% സത്യം. നമ്മൾ ഈ റോളിങ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കൂടുതൽ ഇരുന്ന് പോകുന്നത് നമുക്കറിയുന്നത്. നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പ്രോക്സിമൽ മസിൽ തൊടയുടെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് എവിടെ നിന്നാണ് ചെയ്യുന്നത്? കുട്ടിയുടെ കാൽപാദം മാത്രം ഇങ്ങനെ തുഴയുന്ന പോലെയാണ്. അതൊരിക്കലും കുട്ടിയെ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല, മസിൽ ഡെവലപ്പ് ചെയ്യില്ല അല്ലേ? അതെ. അപ്പോൾ ഈ ഒരുപാട് ഡിലേ ഉള്ള കുട്ടികൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഈ ഒരു വാക്കർ മാറ്റിയാൽ തന്നെ ചിലപ്പം കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് നോന്നേ ഞാനിൽ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്കൊക്കെ അറിയില്ലേ, മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന 3 ചക്രമുള്ള ട്രഡീഷണൽ വാക്കർ മരത്തോണ്ട് ഉണ്ടാക്കുന്നത്, അതൊരു അടിപൊളി സംഭവമാണ്. ആ വാക്കർ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ കാണും. ഇപ്പോൾ ഇവിടെ ഞാൻ റോട്ടിലൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് പെഡലില്ലാത്ത സൈക്കിൾ ഉണ്ടാവും. അതായത് 2 ടയർ ഉണ്ടാവുള്ളൂ, പെഡൽ അവരതിങ്ങനെ പോകുന്ന കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ പെഡലുള്ള സൈക്കിൾ ബാക്കിൽ 3 ടയർ വെച്ചിട്ടുള്ള സൈക്കിളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും റിലേഷൻസോ അതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ 1 വയസ്സാകുമ്പോൾ നമുക്ക് ഈ 3 ചക്രമുള്ള നമ്മൾ വാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ട്രഡീഷണൽ വാപ്പറോ അല്ല അതിൻ്റെ നൂതനമായിട്ടുള്ള ഫോമോ സ്റ്റാർട്ട് ചെയ്യുക. നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഈ പുഷ് സൈക്കിൾ, പെഡൽ ചെയ്യാത്ത സൈക്കിൾ ഉണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. 3 വയസ്സാകുമ്പോഴാണ് കുട്ടിക്ക് പെഡൽ ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ ട്രൈ സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലർ ഫസ്റ്റ് ബർത്ത്ഡേ, എനിക്കിപ്പോഴും എൻ്റെ പാരൻസ് പറയുന്ന ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ 5
ട്രൈസൈക്കിൾ ഉണ്ടായിരുന്നു എന്ന്. കാരണം എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഞാൻ വീട്ടിൽ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് കുറേ ട്രൈസൈക്കിൾ കിട്ടി. പക്ഷേ ഇതൊക്കെ ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വയസ്സാവണം ഇൻഡിപെൻഡൻ്റ് പെഡൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ 2 തൊട്ട് 3 വയസ്സിലാണ് കുട്ടികൾ പെഡൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1 വയസ്സിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സംഭവം വാങ്ങിച്ചു കൊടുക്കുക. 2 വയസ്സാവും പുഷ് സൈക്കിൾ, 3 വയസ്സാവും പെഡൽ ചെയ്യുന്ന ട്രൈസൈക്കിൾ. ഇതാണ് യൂഷ്വലി ഈ പെഡൽ ചെയ്യുന്ന ട്രൈസൈക്കിൾ മോട്ടോർ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെയുള്ള മറ്റൊന്നാണ് ഈ കങ്കാരു ബാഗ്സ് ഉണ്ടല്ലോ, മുന്നിലും ബാക്കിലും ഇതുപോലെ ബേബീസിനെ ഹോൾഡ് ചെയ്യുന്ന ബാഗ്സ്. അത് സ്പൈൻ ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് ബാധിക്കും, അത് ബാഡ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് പിന്നെ കങ്കാരു എന്ന് പറയുന്ന കങ്കാരു ഭയങ്കര റിസർച്ച് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. കങ്കാരു മദർ കെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കുട്ടികളെ, വളരെ ചെറിയ ബേബീസ്, പ്രീ ടേം ബേബികളെ നമ്മൾ നെഞ്ചോട് മാറോട് ചേർത്ത് കങ്കാരു പോലെ മാറോട് ചേർക്കുന്നൊരു പ്രോസസ്സാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്. കുട്ടിക്ക് ചൂടും കിട്ടും, അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയും ബേബിയായിട്ടുള്ള അഫെക്ഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഡെവലപ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പഠനങ്ങൾ അത് സ്കിൻ ടു സ്കിന്നാണ്. അത് ഇതല്ല ഈ നിങ്ങൾ പറഞ്ഞ കങ്കാരു ബാഗ്, എനിക്ക് ആ ടേം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ അസ്യൂം ചെയ്യുന്നത് അതിന് മുന്നിലെ ബാക്കിൽ നമ്മൾ ബേബീസിനെ ഹോൾഡ് ചെയ്തിട്ട് അതെ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെയൊക്കെ പോസ്റ്റർ പോലെ അതൊരു കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതേസമയം പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. അത് ഇങ്ങനെ വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ ആണെങ്കിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഒരു അടിപൊളി സംഭവമാണ്, നമ്മളൊക്കെ ട്രഡീഷണൽ, നമ്മളൊക്കെ മുമ്പ് ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ഉമ്മമാരെടുക്കുന്നത് ഇവിടെ സൈഡിൽ, അത് നിങ്ങൾ കണ്ടിട്ട് സൈഡിൽ, അതൊരു അടിപൊളി സംഭവമാണ്. അത് പിന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി ഈ ഏർലി സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അവരുടെ ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മുമ്പേ ചെയ്ത് നമ്മൾ കുടമൊക്കെ വെക്കുന്ന മാതിരി ഇവിടെ സൈഡിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് അതൊരു നല്ലൊരു വേ ഓഫ് കുട്ടിക്ക് നല്ല സ്റ്റേബിൾ ആയിരിക്കും, കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക് ആഡ് ചെയ്യാണ്ട് ശരിക്ക് 3 മാസത്തിൽ തന്നെ ശരിക്കും നമുക്ക് കുട്ടികളെ വേർട്ടിക്കലായിട്ട് എടുത്തു തുടങ്ങണം. അത് നല്ലതാണ്. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് മിനിമൽ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവരാം. ഇത് കുട്ടിയുടെ ഏർലി നെക്ക് ഹോൾഡിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ ഇങ്ങനെ കുട്ടികളെ സൈഡ് തിരിക്കുന്ന ആ ഒരു കൾച്ചർ ഇല്ല. ഇവിടെ നമ്മുടെ ട്രോളി ഉണ്ടല്ലോ കുട്ടികളെ ബുദ്ധിമുട്ട്, അത് നിർബന്ധമാണ്. ലൈക്ക് അത് മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവമാണ്. കുട്ടികളെ അല്ലാണ്ട് പുറത്ത് കൊണ്ടുപോകുന്നത് എന്തോ ഫൈനൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ട്രോളിങ്. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സ്ട്രോളേഴ്സ് ഒഴിവാക്കിയിട്ട് കുട്ടീനെ കയ്യിലെടുക്കണതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് ഡോക്ടർ. നല്ലതാണ്, പക്ഷേ അതിന് 2 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പിന്നെ വേറൊരു രസമുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ കുറേ മുമ്പാണ് എൻ്റെ ഒരു കൂടെയുള്ള ഒരു ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് പറഞ്ഞത്. നമ്മൾ കുട്ടികളെ എടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ വെസ്റ്റേണേഴ്സ് അവരെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫിലോസഫി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് അതിലിരിക്കും. ഇതാകുമ്പോൾ നമ്മളൊരു അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ 2 വയസ്സും 3 വയസ്സും 5 വയസ്സായ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് കുട്ടിയുടെ ഇൻഡിപെൻഡൻസിന് അത് തടസ്സമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രോളി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് എനിക്ക് കുറച്ച് ലേറ്റ് ഫേസിൽ തോന്നാറുണ്ട്. ഏർലി ഫേസിൽ നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ലേറ്റ് ഫേസിൽ സ്ട്രോളി, പിന്നെ കഴിയുന്നത് കുട്ടികൾ നടക്കാൻ പറ്റുന്ന കുട്ടികൾ നടക്കട്ടെ ഏത് പ്ലേസിലായാലും. അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു. പിന്നെ അതെന്തോ വേറെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കുക കുട്ടീനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടി എങ്ങനെയാണ് ഈ ലോകം നോക്കി കാണുന്നത്? അവരുടെ മുമ്പ് നല്ല അകന്ന് പോവുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അതേസമയം കുട്ടി ഇങ്ങനെയാണ് നമ്മൾ പേസ് ചെയ്യുന്നതെങ്കിലോ എല്ലാം നമ്മളിലേക്ക് അടുത്ത് വരികയാണ്. അപ്പോൾ ഇത് ശരിക്കൊരു ഓപ്പോസിറ്റ് ആയിട്ടല്ല നടക്കുന്നത്. നമ്മൾ പിന്നെ ഈ ജീപ്പിലൊക്കെ ചില വണ്ടികളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ എല്ലാം അകന്ന്, ട്രെയിനിൽ തന്നെ നമ്മൾ 2 ഡയറക്ഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആയി തോന്നാറില്ല. നമ്മൾ എല്ലാം അകന്ന് പോകും. കുട്ടിയുടെ ഓരോ നിമിഷവും ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കുട്ടി ഐഡിയലി എങ്ങനെ തന്നെ പോകേണ്ടത്? അപ്പോൾ അവരുടെ ഫേസ് മുമ്പോട്ടേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരുപാട് കാലം കൊണ്ടാടുന്ന കുട്ടി ബാക്കോട്ടേക്കാണ് എല്ലാം കാണുന്നത്. ഓക്കെ, പിന്നെ അകന്നാണ് പോകുന്നത്. ഐഡിയലി മുമ്പോട്ടേക്ക് തന്നെയാണ് കാണുന്നത്. ഇവൻ സജസ്റ്റ് ചെയ്യുന്ന നേരത്തെ ആ കങ്കറു ബാഗ്സ് തോന്നുന്നു അതിന് പറ്റിയ ബെസ്റ്റ് സൊല്യൂഷൻ. അതിനെ നേരെ കുട്ടി മുന്നോട്ടാണല്ലോ ഫേസ് ചെയ്യുന്നത് അല്ലേ? അതെ. അത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ വേറെ കാര്യം ചോദിക്കാമല്ലോ, എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇത്. എനിക്ക് ശരിയാണോ തെറ്റാണോ ഇപ്പോഴും എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ ഉമ്മ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആൾക്കാർ കൂടുതലും കാണാൻ വരുന്ന സമയത്ത് ആപ്പിൾസ് കൊണ്ടുവരുന്നു.
അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ആപ്പിൾസ് ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് ഉമ്മക്ക് എപ്പോഴും ആപ്പിൾ കഴിച്ച ആപ്പിളിനോട് ഇഷ്ടമില്ലാത്തൊരു ഇതിലേക്ക് മാറിയിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോത്തിന്. അപ്പോൾ ഞാനും ഇപ്പോൾ ഗ്രോണപ്പായി ഈ ഒരു ഇതിൽ നിൽക്കുമ്പോഴും എനിക്ക് ആപ്പിൾസിനോട് ഒരു പ്രത്യേക താല്പര്യം കമ്മിയുണ്ട്. അത് എനിക്ക് ആപ്പിൾസ് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഇവിടെ ആപ്പിൾ അത്രയും സുലഭമായിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ആപ്പിൾസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആപ്പിൾസ് മേടിച്ച് കഴിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ആപ്പിൾസ് കഴിക്കാറില്ല. അപ്പോൾ എൻ്റെ ഈ 2 സ്റ്റോറി അറിയുന്നത് നമ്മുടെ ഒരു കോമൺ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? എൻ്റെ ഉമ്മ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആപ്പിൾസ് കഴിച്ച് മടുത്ത് നിനക്ക് അതുകൊണ്ടാണോ ഇങ്ങനെ ആപ്പിൾസിനോടൊരു ഇഷ്ടം ഇല്ലാതായത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അത് എനിക്കൊരു ഉത്തരം കിട്ടി. ഞാൻ ChatGPT ചോദിച്ചു, ChatGPTക്കൊന്നും അതിനൊരു ആൻസർ ഇല്ല. ഇപ്പോഴും ഉമ്മ ആപ്പിൾ കഴിക്കില്ല? ഉപ്പം വായിക്കും, ഉമ്മക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ പ്രഗ്നൻറ്റ് പീരീഡിൽ ഇങ്ങനെ കുറേ ആപ്പിൾസ് കിട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ടും ആപ്പിളിനോട് ഇഷ്ടമില്ലാത്തൊരു ഇത് വന്ന്. അപ്പോൾ അത് ഇതുമായി എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ആപ്പിൾ ഇഷ്ടമില്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ശരിക്കും നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കുട്ടികൾ സോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്യൂണിറ്റി ഫ്ലൂയിഡ് വഴി കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ കിട്ടി തുടങ്ങുന്നുണ്ട്. അത് ഉള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഇമോഷൻ, ഓരോ ഫുഡുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതും പിന്നെ ഇമോഷൻസ്, ഒരു പാരൻറ്റിൻ്റെ ഇമോഷന് കുട്ടികളിൽ എത്തുന്നുണ്ട് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ് പോലെ തന്നെ അവരുടെ പോസിറ്റീവ് ഇമോഷൻസ്, പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യമായിട്ടുള്ള ബന്ധം, അതൊക്കെ കുട്ടികൾക്ക് എത്തുന്നുണ്ട് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു ഡെഫിനിറ്റീവായിട്ടുള്ളൊരു ആൻസർ ആയിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ചിലപ്പം അതൊരു കാരണമായേക്കാം. ഒരു കോയിൻസിഡൻ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാവാം, പക്ഷേ അതും തീർച്ചയായും കാരണമാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു മിഥ്യ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, കുട്ടികൾ ഇങ്ങനെ കരയുമല്ലോ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കത് വേണം വാശി പിടിച്ച് കരയും. അപ്പോൾ അതിന് നമുക്ക് പാരൻസിന് പല രീതിയിൽ റിയാക്ട് ചെയ്യാം. അതായത് അവർ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊടുത്തിട്ട് അവരെ കരച്ചിൽ നിർത്താം. അല്ലെങ്കിൽ നമുക്കത് ഇനി കൊടുത്താൽ അവൻ പിന്നെയും കരയും, ഇനിയും എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി കരയും എന്നുള്ളൊരു പ്രിക്കോഷനായിട്ട് നമുക്ക് കൊടുക്കാണ്ടിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? ഇത് ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യനാണ്. മെജോറിറ്റി പാരൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രോബ്ലമാണിത്. ഓക്കെ, ബേസിക്കലി ഒരു കുട്ടികൾ ഒരു 2 ഇയേഴ്സിലൊക്കെയാണ് കുട്ടികൾ നാച്ചുറലി ടെമ്പർ ടാൻട്രം എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുട്ടിക്ക് 2 വഴിയാണ് ഞാൻ സാധാരണ പറയുന്നത്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള വഴി, അല്ലെങ്കിൽ നെഗറ്റീവായ വഴി. ഈ 2 വഴിയും കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഏതാണ് പിന്നെ നല്ല വഴി എന്ന് അവർക്ക് അറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് മൊബൈൽ വന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം ആദ്യം ചോദിച്ചപ്പോൾ തന്നില്ല, പിന്നെ 2ാമത് കരഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിച്ചു വേണ്ട, കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി പ്രശ്നം ഉണ്ടാവണ്ട, ഡോക്ടറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ ആൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ തുടങ്ങി. എന്നുവെച്ചാൽ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ കുട്ടി എന്താ പഠിക്കുക എന്നുവെച്ചാൽ, എനിക്ക് നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല, കരഞ്ഞാലും കിട്ടൂല, ഞാൻ അടിച്ചാൽ എനിക്ക് സാധനം കിട്ടും. അത് കുട്ടിയുടെ ലേണിംഗ് ആയി. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ എന്താ വരിക, കുട്ടി നേരിട്ടിട്ട് ചിലപ്പോൾ ഇത് 2 വഴിയും മാറ്റിയിട്ട് നേരെ അടി തുടങ്ങും. ഓക്കെ, സോ കുട്ടികളുടെ ലേണിംഗ് പോസിറ്റീവ് വേയിലും ആവാം, നെഗറ്റീവ് വേയിലും ആവാം. നെഗറ്റീവ് വേയിൽ ലേണിംഗ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് കുട്ടി വാശി പിടിച്ച കാരണത്താൽ അവർക്കത് കിട്ടരുത്. വാശി പിടിച്ച കാരണത്താൽ കിട്ടുമ്പം അവർ ആ വഴി പഠിക്കുക മാത്രമല്ല, അത് എസ്കലേറ്റ് ചെയ്യപ്പെടും. അത് എസ്കലേഷൻ ഓഫ് ദാറ്റ് ബിഹേവിയർ എന്നാണ് യൂഷ്വലി നമ്മൾ പറയാം. നെക്സ്റ്റ് ടൈം അതിനേക്കാൾ എക്സ്ട്രീം ബിഹേവിയറിലേക്ക് പോകാറുണ്ട്. ഇപ്പം എനിക്ക് അടുത്തൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, UK എന്നുള്ളൊരു ക്ലയൻറ്റാണ്. 2.5 വയസ്സുള്ള കുട്ടിയാണ്. 2.5 വയസ്സുള്ള കുട്ടിയാണ്. അവർ UK 2 പേരും ഡോക്ടേഴ്സാണ്. വളരെ ബിസിയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്. 2 വയസ്സായ കുട്ടി ഇങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയി. അപ്പോൾ അവരെന്ത് ചെയ്തു, പിന്നെ കുട്ടി എപ്പം കരഞ്ഞാലും കാം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കരച്ചിൽ അവൻ എന്തിനും കരയാൻ തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും അടുത്തുള്ള നൈബേഴ്സിന് ഡിസ്റ്റർബൻസ് ആയി അവനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിട്ടു. എന്നിട്ട് അവൻ ഇപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈവൻ ആ പാരൻറ്റിൻ്റെ ഞാൻ കൂടുതൽ ഗ്രാൻഡ് പാരൻസിനോട് സംസാരിക്കുമ്പോൾ തന്നെ പാരൻറ്റിനോട് സംസാരിക്കണം എന്നുള്ളതോടെ ഞാനൊരു വീഡിയോ കോളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് സംസാരിക്കാൻ അവർ പറയാം, ഈവൻ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ വിരൽ പോലും വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പം നമ്മൾ ടെമ്പർ ടാൻട്രത്തിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിഹേവിയറിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ബിഹേവിയർ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏതാണ് യഥാർത്ഥ വഴി എന്ന് മനസ്സിലാവില്ല. അപ്പോൾ യഥാർത്ഥ വഴി എന്നുള്ളത് ഒരിക്കലും എന്താവരുത്, അവർ കാണിക്കുന്ന വാശി ആവരുത് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പം വാശി കാണിച്ച് എന്ത് ചെയ്യും, അതായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓൾറെഡി കുട്ടി വാശി കാണിക്കണം, ഞാനിനി എന്താ ചെയ്യുക? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക.
ആ വാശി പിടിക്കുന്ന സമയം അറ്റൻഡേ ചെയ്യാണ്ടിരിക്കുക, അവരെ ഫേസിൽ നിന്ന് മുഖം എടുക്കുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, കുട്ടി വാശി നിർത്തുന്നുണ്ടോ. ഇനി ഭയങ്കരമായിട്ട് വാശി എസ്കലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന പ്രോസസ്സാണ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാറുണ്ട്. വെച്ചാൽ അവർക്ക് ഇഷ്ടം തോന്നാത്തൊരു കോർണറിൽ അവരെ കൊണ്ട് ഇരുത്തുക. ഒരു 2 വയസ്സായ കുട്ടിയാണെങ്കിൽ 2 മിനിറ്റൊക്കെ ഇരുത്താം, 3 വയസ്സാണ് 3 മിനിറ്റ്, അങ്ങനെ കുറച്ച് നേരം അവരെ ഇരുത്തുക. എന്നിട്ട് അവരെ മൈൻഡ് ചെയ്യരുത്, ആ സമയത്ത് ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞു തരികയാണ്. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോർട്ടെക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അപ്പർ പാർട്ട്, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അമിഗ്ഡാല, ബേസൽ ഗാംഗ്ലിയ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഇമോഷണൽ ബ്രെയിനാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ്ലി സോഷ്യലി തിങ്ക് ചെയ്യുന്ന ബ്രെയിനാണ്. ആദ്യം ഡെവലപ്പ് ആവുന്നത് ഇമോഷണൽ ബ്രെയിനാണ്. അപ്പോൾ ഇമോഷണൽ ബ്രെയിന് ഈ ചെറിയ കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികൾ ഇമോഷണൽ ബ്രെയിൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, പക്ഷേ അവർക്ക് അതിൻ്റെ അപ്പർ ലെവലിൽ കൺട്രോൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആസ് എ പാരൻറ്റ് നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. ഒരിക്കലും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളും അതുപോലെ ചൂടാകാൻ പോകരുത്. ചില പാരൻ്റ് ഇനി ഭയങ്കരമായിട്ട് ചില പാരൻ്റ് അപ്പോൾ കുറേയൊക്കെ ക്ഷമിക്കും, പിന്നെ അവരെന്നെ ടെമ്പർ ടാൻഡ്രത്തിൽ കയറും, അവരെങ്ങോട്ട് ദേഷ്യം പിടിക്കാമെന്നുള്ളൂ. അത് മൊത്തത്തിൽ സീന് ഭയങ്കരമായിട്ട് വഷളാക്കും. നമ്മൾ കാമായിട്ടിരിക്കുക, അവരെ ശ്രദ്ധിക്കാണ്ടിരിക്കുക, നമ്മുടെ ഫേസിൽ നിന്നുള്ള അറ്റൻഷൻ മാറ്റുക, കൺട്രോൾ ആവുന്നില്ല അവരെ ഒരു കോർണറിൽ പോയി ഇരുത്തുക. ഇനി നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചു വെക്കുക, ഒരിക്കലും പണിഷ് ചെയ്യരുത്, അടിക്കരുത്. അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ മെജോറിറ്റി കുട്ടികളെ വാശികൾ മാറാറുണ്ട്. അതാണ് ഇതൊരു 2-3 വയസ്സുള്ള കുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞത് ഡോക്ടർ? അതെ, ഒരു 2 to 5 ടെമ്പർ ടാൻട്രം മാനേജ് ചെയ്യുന്ന രീതിയാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കുറച്ചും കൂടി വലുതായൊരു കുട്ടി, ഒരു 8-7 വയസ്സായ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ അത് നമ്മൾ സമീപിക്കേണ്ട, പാരൻസ് ഇങ്ങനെ വാശി പിടിക്കുന്ന കുട്ടികൾ ആ ഏജിലുണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് ഇതേപോലെ നമ്മുടെ നാട്ടിലൊരു പറച്ചില്ല, 4 വയസ്സിൽ 5 വയസ്സൊക്കെ ഒരു മൂച്ചിപ്പിരാന്ന് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അല്ലേ, അതൊക്കെ ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അത് നോർമലാണ്. അതാണ് പറഞ്ഞത്, ഈ ഒരു ഏജ് എന്ന് പറയുന്നത് അവരുടെ ഫിസിയോളജി 2 to 5 ഏജിൻ്റെ ചേർന്നാണ്. അവർ ഇമോഷണൽ ബ്രെയിൻ ഭയങ്കര ഇതായിരിക്കും, പക്ഷേ അവരുടെ ഹയർ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വന്നിട്ടില്ല. അത് ഡെവലപ്മെൻറ്റിന് അവർ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കേസ് 8 വയസ്സായ കുട്ടീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, അവർക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. വാശി പിടിച്ചത് കാരണം അവർക്ക് ആ സാധനം കിട്ടാൻ പാടില്ല. ഒരിക്കലും വാശി പിടിച്ച കാരണത്താർക്ക് അവർ കൊടുക്കരുത്. ചില കേസിൽ നമ്മൾ ഭയങ്കര വാശിയും ഫിസിക്കൽ റിസ്ട്രെയിൻ ചെയ്യുക, അതുപോലെ കൈ പിടിച്ച് വെക്കുക, അത് ചെയ്യുക. പിന്നെ കാം ഡൗൺ ചെയ്ത് കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുക, മോനെ നീ വാശി പിടിച്ചതുകൊണ്ട് നിനക്കത് കിട്ടില്ല, നീ ആ സംഭവം ഞാൻ തരൂല എന്ന് ഓപ്പണായിട്ട് പറയാം. മോന് നല്ല രീതിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇന്ന സംഭവങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നത് പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ നല്ലത് പറയാമെന്നുള്ളത് അല്ലേ. പലപ്പോഴും നമ്മൾ കുട്ടികളെ വല്ലപ്പോഴും പിടിക്കുന്ന വാശി മാത്രമേ നമ്മൾ കാണുള്ളൂ, അത് ഭയങ്കരമായിട്ട് പറയും ഒക്കെ ചെയ്യും. പക്ഷേ അവർ ചെയ്യുന്ന നല്ലത് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുക, അത് പറയാമെന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വാശി കുറയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മൾ അവരുടെ ചെറിയ ചെറിയ നന്മകളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വാശികൾ കുറയും. നമ്മളൊരു 4 ആൾക്കാർ നമ്മൾ ഷർട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നല്ലതാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ അത് കയറിക്കഴിഞ്ഞാൽ അതേപോലെ അവരുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന നല്ലതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് റീഇൻഫോഴ്സ് ചെയ്യുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്ട്രീം കേസിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഭയങ്കര അക്രമാസക്തമായിട്ട് അടിക്കുക, തൊഴിക്കുക, പൂച്ചനെ കല്ലെടുത്തെറിയുക, എല്ലാവരെയും ഉപദ്രവിക്കുക, വഴിയിലൂടെ പോകുമ്പോൾ ആളെ കല്ലെടുത്തെറിയുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ പിന്നെ അതിൻ്റെ മൈൽഡാണ് ODD എന്ന് പറഞ്ഞ സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഈ കണ്ടക്ട് ഡിസോർഡറുള്ള ആൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ആദ്യം ഇപ്പോൾ നേരെ നിങ്ങൾ കണ്ടക്ട് ഡിസോർഡറിൽ ആരോട് പോയി പറയാമെന്ന് വിചാരിക്കുക, നിങ്ങൾ പോയിട്ട് മോനെ നിങ്ങൾ ശാന്തമാവോ, വാശി പിടിക്കരുത്, ആരും കേൾക്കാൻ പോകുന്നില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആ കുട്ടിയായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞപ്പോൾ അവരിലുള്ള ചെറിയ ചെറിയ നന്മകളോ അല്ല പോസിറ്റീവ്സോ കണ്ടിട്ട് നമ്മൾ ആദ്യം പാരൻറ്റുമായിട്ട് 2 ആഴ്ച ഞാൻ കൊടുക്കുന്ന എക്സസൈസ് എന്താ വെച്ചാൽ പോസിറ്റീവ്ലി അവരുമായിട്ട് ബോണ്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ നെഗറ്റീവ് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്, പക്ഷെ അവരിൽ എത്രത്തോളം പോസിറ്റീവ്സ് ഉണ്ട് അത് മാത്രം കാണുക, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, പിന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ വാശികളെ കുറിച്ചൊക്കെ വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാണ്ട് ഒരിക്കലും നമുക്കൊരു കുട്ടിയുടെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല.
അത് എല്ലാവരിലും അപ്ലിക്കബിളാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് നീ ഇന്ന ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ള എന്നെക്കുറിച്ച് ഇത് പറയാനെന്നല്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ചേഞ്ച് വരുത്താൻ റെഡി ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എത്ര മോശമായ കാര്യങ്ങൾ സഹിക്കാൻ റെഡിയാണ്. അപ്പോൾ അതേപോലെ നന്നായിട്ട് കുട്ടിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്, എസ്പെഷ്യലി കണ്ടക്ട് ഡിസോർഡറോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ പ്രശ്നകാരിയായ കുട്ടികളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, ഇങ്ങനെ ചീത്ത കുട്ടി എന്ന് കേട്ട് അവരുടെ തലച്ചോറിലും ഞാനൊരു ചീത്ത കുട്ടിയാണ്, ഞാനിനി എന്ത് ചെയ്തിട്ട് കാര്യം, ആ ഒരു ഫേസിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ അവർക്കിത് ആ ഒരു ടോളറൻറ്റ് ലെവലിൽ അവരെത്തിയൊരു കുട്ടീനോട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ സോൾവ് ആവും. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലെസൺ എന്ന് പറയുന്നത് നമ്മൾ അവരെ നന്നായിട്ട് കേൾക്കാൻ തയ്യാറാവുക എന്നാണ്. കണക്റ്റ് ആവുക, അവരുടെ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കേൾക്കുക. ജസ്റ്റ് സിറ്റ് ആൻഡ് ലിസൺ, അതും വളരെ ഇമ്പോർട്ടൻ്റ്. ഈ സെയിം കാര്യം തന്നെ ഡോക്ടർ ഇപ്പോൾ പറയപ്പോൾ ഇപ്പോൾ ഒരുപാട് കാലം ഗൾഫിൽ നിന്നൊരു പാരൻറ്റ്, പുള്ളിക്കാരൻ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ഗൾഫിൽ നിൽക്കും, പിന്നെ ഇവിടെ വന്ന് നാട്ടിലൊരു മാസം നിൽക്കും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കണക്ഷൻ ചിലപ്പം ബിൽഡ് ചെയ്യാമെന്ന് പറ്റിയെന്ന് വരില്ല ഈ ചെറുപ്പത്തിലുള്ള ഏജിലത്. പിന്നെ പുള്ളിക്കാരൻ ഗൾഫ് നിർത്തി വരുമ്പോൾ ഈ കുട്ടിക്ക് ഒരു 10-20 വയസ്സായിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ തന്നെ ഈ കുട്ടി പറഞ്ഞ വാശിയും അതേപോലെ ഈ ഉപ്പാക്ക് ഇഷ്ടമല്ലാത്ത പല ബിഹേവിയറും കാണിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പാരൻ്റ് എങ്ങനെയാണ് ആ കുട്ടീനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി? നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കൈ പിടിച്ചേക്കലും കറക്ഷൻസ് ഒക്കെ ആ ഏജിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. 20 വയസ്സായ കുട്ടിയല്ല. അതെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പാരൻസ് ഒരുപാടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷം ഗൾഫിൽ നിന്നിട്ടാണ് വന്നിരുന്ന ആൾക്കാർ. ഇപ്പോൾ 1 മാസം ബാംഗ്ലൂർ പോയി വരുന്ന പോലെ ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ട്. എന്നാലും ഇപ്പോഴും 2 വർഷം 3 വർഷം കൂടുമ്പോൾ 1 മാസം നിന്ന് പോകുന്ന പാരൻസൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് അവർ ഈ കുട്ടികളെ കാണുന്നത്. അപ്പോൾ പിന്നെ 18-20 വയസ്സായി അവർ റിട്ടയർഡായി വരുമ്പോൾ ഈ കുട്ടിക്ക് 18-20 വയസ്സാണ്. അപ്പോൾ ഈ കുട്ടി ചിലപ്പം പല കേസസും ഞാൻ കണ്ടിട്ടുണ്ട്, ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉപ്പ പിന്നെ എപ്പോഴേക്കാരും അറിയുന്നത് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഉമ്മ വീട്ടിലുള്ള കാര്യം മാത്രമേ അറിയുന്നുണ്ടാവുക. കുട്ടി സമൂഹത്തിൽ ഇറക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തുനിന്നുള്ളത് ഉമ്മാക്ക് അറിയുന്നുണ്ടാവില്ല. ഉപ്പ തിരിച്ചു വരുമ്പോഴേക്കാരും കുറേ കാര്യങ്ങൾ അറിയുന്നത്. കുട്ടി വളർന്ന് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെക്കൻ എങ്ങനെയാണ്, ചെക്കൻ പുറത്ത് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പാക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ നെഗറ്റീവ് കാര്യം, കരിയിലാകെ പോയി അടിയുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിനെ പിന്നെ ആ ഒരു ഏജിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്, അതിനെങ്ങനെ ഡോക്ടർ അപ്രോച്ച് ചെയ്യുക അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ? ഏത് പ്രശ്നമാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ആദ്യം നമ്മൾ ഏത് പ്രശ്നം പിൻ പോയിൻ്റ് ചെയ്യണം, അത് ഒബ്ജക്റ്റീവ് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രശ്നമാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യുക. അപ്പം നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അഡിക്ഷൻ പോലുള്ള മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ചോദിക്കുക, സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകേണ്ടി വരും. അതൊക്കെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയ ഒരാളെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ഒരു സൊസൈറ്റിയിൽ തന്നെ ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള ലെവലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫേസിലേക്ക് എത്താണ്ടിരിക്കാനുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഉമ്മയെപ്പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പ ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും പേഴ്സണലി ആസ് ചൈൽഡ് എന്ന രീതിയിൽ എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ, പക്ഷെ ഇന്നത്തെ കാലം മാറിയിട്ടുണ്ട്. ഒരുപാട് വർഷം ഗൾഫ് നിൽക്കുന്നത് കുറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടുവരുന്നുണ്ട്. ഉമ്മയെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിക്ക് ഉപ്പ. ഒരുപാട് ബിഹേവിയർ ഉമ്മൻ്റെ നിന്ന് പഠിക്കുന്ന പോലെ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പൻ്റെ നിന്ന് ഒരു ബിഹേവിയർ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ കുട്ടികളായി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എവിടെ നിൽക്കുന്ന അവിടെ കൊണ്ടുപോവുക, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അല്ലാണ്ട് നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കരുത്. കാരണം കുട്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്മെൻറ്റിലെ ഓരോ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലാണ്. കണക്ഷൻ ബിൽഡ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലാണ്. കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഏരിയയാണ്. അത് കഴിഞ്ഞ് പാരൻറ്റിനെ കുറിച്ച് പറയാം. കണക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വർഷത്തെ ബിൽഡ് ചെയ്യപ്പെടുന്ന കണക്ഷൻ എന്ന് പറയുന്നതാണ് സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ്. സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറി ഒരാളുമായിട്ടാണ്, അല്ലെങ്കിൽ 1-2 ആളുകളായിട്ടേക്ക് ഉണ്ടാവുന്നത്. ഒരു കുട്ടി ജനിച്ച് നമ്മുടെ ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലാത്തിനും കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എക്സ്റ്റേണലി അവരെ റെഗുലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. സെൽഫ് റെഗുലേഷൻ അവർ അച്ചീവ് ചെയ്ത് തുടങ്ങുന്നത് ഒരുപാട് സമയമെടുക്കും. സെൽഫ് റെഗുലേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ മൗത്തിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഇത് പിന്നെ മദേഴ്സിന് അപ്ലിക്കബിളാണ്, ഫാദേഴ്സിന് അപ്ലിക്കബിളാണ്. ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ, അവരുടെ ടൈം സ്പെൻഡ്, നേരത്തെ പറഞ്ഞപ്പോൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ
ടൈം എന്തായാലും ശ്രമിക്കണം. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെ, കുട്ടീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടാവും, നമ്മൾ മൊബൈൽ നോക്കിയിരുന്നാൽ ക്വാളിറ്റി ടൈം ആവില്ല. കുട്ടിയായിട്ട് ഫേസ് ടു ഫേസ് ചെയ്ത് അവരുടെ ലെവലിൽ ഇരുന്ന് കളിക്കാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനും നമ്മൾ ടൈം കണ്ടെത്തണം. അപ്പോൾ അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഈ ഒരു സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് ഒരുപാട് പഠനങ്ങളിൽ പറയുന്നത്, ഈ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് കുട്ടികൾ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസും ബിഹേവിയറൽ ഇഷ്യൂസും ഇതേപോലെ കണ്ടക്റ്റും ഒപ്പം പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസും അതുപോലെ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ കണക്ഷൻ ബിൽഡ് ചെയ്യുക, അവരുടെ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഒരു വർഷം. പിന്നെ ആ ബിൽഡ് ചെയ്യപ്പെട്ട അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ബേസിലായിരിക്കും അവർ വേൾഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, 1-1.5 വയസ്സുള്ള കുട്ടികൾ ഒന്ന് മുമ്പോട്ട് നടക്കും, പിന്നെ ബാക്കിലേക്ക് ഉമ്മ ഒന്ന് നോക്കും, എന്നിട്ടായിരിക്കും പിന്നെ മുമ്പോട്ട് പോവുക. അതേപോലെ സോഷ്യൽ റെഫറൻസി എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുട്ടീനെ നോക്കുമ്പോൾ കുട്ടി ആദ്യം നമ്മളെ നോക്കിയിട്ട് അവർ ഉമ്മൻ്റെ അല്ല ആരാ ഉപ്പനെ നോക്കും. എന്നിട്ട് അവർ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ചിരിക്കും. അവർ ആ പാരൻ്റ് ഇങ്ങനെ ആക്കുകയാണ്, കുട്ടി കരയും. അവർ റെഫർ ചെയ്യും അവരുടെ നോൺ ആയിട്ടുള്ള ആളുകളെക്കുറിച്ച്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ സെക്യൂർഡ് ബേസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യപ്പെടും. പലപ്പോഴും പിന്നെ ബിസി ആയിട്ടുള്ള മദേഴ്സും പലപ്പോഴും വർക്കിലൊക്കെ ആയിട്ട് പലപ്പോഴും അല്ല ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ അവരേതെങ്കിലും ഒരു മെയ്ഡിനെ ഏൽപ്പിച്ച് പോകുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യപ്പെട്ട കുട്ടിക്ക് എപ്പോഴും ലൈഫിലും ആ സെക്യൂരിറ്റി ഉണ്ടാവും. അവരെന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പാരൻറ്റിൻ്റെ അടുത്തേക്കും വരാം. അതുപോലെ ഇനിയിപ്പോൾ കുറച്ച് കുട്ടി വലുതായി വരാമെന്നായിരിക്കും, ആ സെക്യൂരിറ്റി അറ്റാച്ച്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? നമ്മൾ അവരെ നന്നായിട്ട് കേൾക്കാൻ തയ്യാറാവണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ സ്കൂളിൽ പോയി വന്നെന്ന് വിചാരിക്കാം, കാഷ്വലായിട്ട് നമ്മൾ അവരെ കൂടെ ഇരിക്കുക. ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മൾ ഇരുന്നിട്ട് മോനെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചത്, ഇന്ന് എന്തൊക്കെ സ്കൂളിൽ നടന്നത്, അത് നമ്മൾ ഓപ്പണായിട്ട് ചോദിച്ചാൽ അവരെല്ലാം പറയും. ഇനി അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നില്ല, പക്ഷെ അവർ ഓപ്പണായി പറഞ്ഞു എന്നുള്ളത് അഭിനന്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ആ സമയത്ത് കയറിയിട്ട് ദേഷ്യപ്പെടരുത്. അങ്ങനെ ആകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആരെങ്കിലും അബ്യൂസ് ചെയ്തതോ വല്ല വഴിയിൽ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും ഡ്രഗ്സ് തന്നതോ അഡിക്ഷൻ ആവാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനം തന്നതോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് തന്നതോ അതൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ അവരുടെ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അവരുടെ ഫ്രണ്ടായിട്ട് മാറുക എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ഫാദർ ഇല്ല എന്നുള്ള കാരണത്താൽ അത് സംഭവിക്കരുത്, അങ്ങനെയില്ല. അത് മദർ ആയാലും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മദർ ആണെങ്കിൽ ഒരു ഈവനിങ് വന്നിട്ട് ഒരു കുറച്ച് നേരം അവർക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വലിയ ആളുകളാണെങ്കിൽ അഡോളസെൻ്റ് നമുക്കറിയാമല്ലേ, നമ്മുടെ ഈ പ്രായപൂർത്തി എത്തുന്ന നമ്മൾ സ്വന്തം ഒരു ആസ് എ ഇൻഡിവിജ്വൽ നമ്മളെപ്പോഴും സുഹൃത്തുക്കളെ കേൾക്കാനായിരിക്കും തയ്യാറാവുന്നത്. പക്ഷേ നല്ല പാരൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നിട്ട് ഉമ്മയായിട്ടോ അല്ല അറ്റ്ലീസ്റ്റ് ഉപ്പയായിട്ടോ അല്ല ഉമ്മയായിട്ടോ ഒരാളായിട്ട് കണക്ട് ചെയ്ത ആളുകളാണ്. ആ സമയത്തും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പാരൻറ്റിന് നല്ല റോളുണ്ടാവും. പെട്ടെന്നൊരു 20 വയസ്സിലൊരു ഫാദർ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ഏരിയയാണ്. അവിടെയും നമുക്ക് ഈ ബിൽഡ് ചെയ്യപ്പെടേണ്ടത് ആ ഏജിലും ഈ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ പെടും. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ ആണ്. ഈ വളരെ അഗ്രസീവായ വളരെ ആളുകളുടെ മുമ്പിൽ ഏറ്റവും മോശമായൊരു കുട്ടി അല്ലെ മോശമായൊരു ആളെ നമ്മൾ അവിടെയും കണക്ട് ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത്. നീ ഇന്നിട്ട ഷർട്ട് നല്ലതാണല്ലോ, ഈ ഷർട്ട് എവിടെ നിന്ന് നീ വാങ്ങിച്ചത്, അങ്ങനെ തുടങ്ങി മെല്ലെ മെല്ലെ അവരുമായിട്ടൊരു ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുക, കണക്റ്റ് ചെയ്യുക. നീ നല്ല രസമുണ്ടല്ലോ, നീ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഹെയർ സ്റ്റൈലൊക്കെ ആയിരിക്കാം, പക്ഷേ നന്നായിട്ടുണ്ട്, ഇത് ആറ് മോഡലാണ്, പിന്നെ അവരെ ഹീറോ ആരാണ്, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് റാദർ ദാൻ ഗോയിങ് ടു ഡിഫീറ്റ് ദം. പ്രത്യേകിച്ച് അഡോളസെൻറ്റിനെ ഡിഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ ഡിഫീറ്റ് ചെയ്യാൻ തന്നെ അവർ നമ്മളെ തിരിച്ച് അതിനേക്കാളും അടിപൊളിയായിട്ട് ഡിഫീറ്റ് ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് ആസ് എ പാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ പലപ്പോഴും കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഉഷാറുള്ളൂ, അവരെ കേൾക്കാനോ അവരായിട്ട് കണക്ട് ചെയ്യാനോ നമ്മൾ തയ്യാറാവാറില്ല. ഇനി ഒരു കാര്യം ഞാൻ ആഡായിട്ട് പറയാം, നമ്മൾ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഓരോ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് മാറി മാറി വരുന്നുണ്ട്. അതിൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ വല്യപ്പയും വാപ്പയൊക്കെ ഇപ്പോഴത്തെ പാരൻറ്റ് കുറച്ചും കൂടി അത്ര ഇതുണ്ടാവില്ല. വല്യപ്പയൊക്കെ വീട്ടിൽ കയറി വരുമ്പം തന്നെ ഭയങ്കര പേടിയാണ്. വെച്ചാൽ ഭയങ്കര വലിയൊരാൾ വരുന്ന് എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. അല്ല പാരൻ്റ് ആണെങ്കിലും ഓരോ നമ്മുടെ ഉമ്മേൻ്റെ ഒക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൻ്റെ മുമ്പിൽ ഞാൻ എണീറ്റ് നിൽക്കില്ലായിരുന്നു, അല്ല ഉമ്മേൻ്റെ മുമ്പിൽ ഞാൻ നോക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് പറയുന്ന ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറിയൻ. അതായത് ഞാൻ പറയുന്നു നീ അനുസരിക്കുന്നു, ഞാൻ പറയുന്നിടത്തേക്ക് കാര്യം എത്തണം,
ഇത് ഞാൻ പറയുന്നു, നീ ചെയ്യുന്നു, നീ പഠിക്കണം, ഈ സമയത്ത് നീ പഠിക്കണം, ഇത് കഴിഞ്ഞാൽ നിനക്ക് കളിക്കാം. ഞാൻ ചൂസ് ചെയ്യുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ്, അതോറിറ്റേറിയൻ എന്ന് പറയാം. ഇനി ആ കാലം നമ്മളെല്ലാവരും അംഗീകരിച്ചു, നമ്മുടെയൊക്കെ പാരൻറ്റിങ് മാറി 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 ഇപ്പം നമ്മളെന്താ എന്ത് കുട്ടി പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലേക്കാണ്. ഇതിന് പറയുന്ന പാരൻറ്റിങ്ങാണ് പെസ്സിമിസ്റ്റിക് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്. കുട്ടിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കുട്ടിക്ക് അത് വേണോ, കുട്ടിക്കാരെയും കാര്യം സാധിക്കും. കുട്ടിക്ക് ഇത് വേണോ, അത് വാങ്ങിച്ചെടുക്കും. കുട്ടിക്ക് ഇനിയിപ്പം പാർക്ക് പോകണമെന്ന് പറയുന്നു, അന്ന് തന്നെ രാത്രി പാർക്ക് കൊണ്ടുപോകണം. അങ്ങനെ കുട്ടികൾ ലീഡ് ചെയ്ത് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അത് ചെയ്യണം എന്ന് പറഞ്ഞ് ടൈപ്പ് ഓഫ് പാരൻറ്റിയാണ് പെസ്സിമിസ്റ്റിക് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതിന് പറയുന്ന പേരാണ് അതോറിറ്റേറ്റീവ്. അതായത് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ചാലേ, കേരളത്തിലൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഏകദേശം 2000 ഫാമിലീസ് ഉണ്ട്. അവർക്ക് 300-400 ട്വിൻസ് ആണ് ആ വില്ലേജിൽ ഉള്ളത്. അപ്പോൾ അത് ലൈക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം വർക്കാവുന്നത്? അതിനെന്തെങ്കിലും സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത്? കൊടിഞ്ഞല്ലേ? കൊടിഞ്ഞി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റ് റേഷ്യോ എനിക്ക് ഓർമ്മയില്ല. ഒരു പിന്നെ ഫാമിലിയിൽ ഒരു ട്വിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ ആ ട്വിൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ടെന്നാണ് നമ്മുടെ പഠനങ്ങളിലും റിസർച്ചൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ കുറച്ച് അതുപോലെ ട്വിൻസ് ഉള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നു. അത് ഹെറിഡിറ്ററി ആയിട്ട് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നത് ഫാക്റ്റാണ്. അതാണ് ഹെറിഡിറ്ററി ആയിട്ടുള്ള സാധ്യത. അതാണ് ആ ഒരു വില്ലേജ് സംഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ IVF പോലത്തെ രീതിയിലുള്ള പ്രഗ്നൻസി, പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവാത്ത ആൾക്കാർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ ഇൻഫെർട്ടിലിറ്റി കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഈ ട്വിൻ പ്രഗ്നൻസിയും ട്രിപ്ലെറ്റ്സും ഒക്കെ ആവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം എന്നാൽ നീ വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മൾ? ഡോക്ടർ ഫൈനലായിട്ട് നമ്മുടെ ന്യൂ പേരൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് കൊടുത്തിട്ട് നമുക്കിത് പതിയെ വൈൻഡപ്പ് ചെയ്യാം. ഷോർട്ട് അഡ്വൈസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ പാരൻ്റ് ആവാൻ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളിലൊക്കെ പലരും ആയിട്ടും ഉണ്ടാവാം. പാരൻറ്റിങ് എന്നുള്ളത് ജോയ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം, അത് വലിയൊരു ബാധ്യതയായിട്ട് കാണാണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തേതായ കാര്യം, പാരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പീരീഡ് എന്ന് പറയുന്നത് പ്രഗ്നൻസി മുതൽ ആദ്യത്തെ 5 to 8 years ആണ്. അപ്പോൾ ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. നമ്മൾ പിന്നീട് ഒരുപാട് കാശ് മുടക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്കൂൾ സെർച്ച് ചെയ്യുന്നു, അവരെ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, വലിയ വലിയ ക്ലാസ്സുകൾ വിടുന്നു. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു സമയത്ത് അവരുമായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. അവരിലെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏർലി ഏജിലാണെങ്കിലുള്ള ടോയ്സും അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ടും പല രീതിയിലും ഓരോ ഡെവലപ്മെൻറ്റും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഏർലി പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽ ഗേറ്റ്സൊക്കെ പറഞ്ഞ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റേണേഴ്സും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്, നമ്മൾ ഏർലി പാരൻറ്റിങ്ങിൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ അത് ജമ്പ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ സ്കൂളും ഇൻ്റർനാഷണൽ കരിക്കുലത്തിൻ്റെയും പുറകെ ഓടുന്നത് ശരിയല്ല. കാരണം അത് വളരെ ക്യൂരിയസ് ആയിട്ട്, നിങ്ങളൊക്കെ തിരക്കുള്ള ആളുകളായിരിക്കാം, പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു സമയം. ഞാൻ എപ്പോഴും ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികളുടെ പാരൻ്റ് ആയിക്കോട്ടെ, ടിപ്പിക്കലി ഡെവലപ്പിംഗ് കുട്ടിയുടെ പാരൻ്റ് ആയിക്കോട്ടെ, അവരോട് പറയുന്നത്, കുട്ടിക്ക് ഇന്ന് എന്നുള്ള ദിവസമേ ഉള്ളൂ, നാളെ എന്നുള്ളത് നമുക്കാണ്. അതുകൊണ്ട് കുട്ടിക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു കൊടുക്കുക. അവരെ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യുക. പിന്നെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുക. ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും. ആദ്യത്തെ 3 വയസ്സിൽ കുട്ടി സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് പീഡിയാട്രിഷനെ കാണിക്കുക. ആദ്യത്തെ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ലാംഗ്വേജ് ഡിലേ, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് തന്നെ നാളെ എന്നുള്ള ദിവസം കുട്ടിക്ക് വെയിറ്റ് ചെയ്യാണ്ട് ഇന്ന് എന്നുള്ള ദിവസത്തിൽ നിന്നുകൊണ്ട് അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഈ ഒരു പീരീഡിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ ഒരുപാട് വാല്യൂ കിട്ടിയൊരു സെഷനായിരുന്നു. നമ്മളിപ്പോൾ പോളണ്ടിലായതുകൊണ്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ടി വന്നു. ഇനി നാട്ടിൽ വന്നിട്ട് ഒന്നുകൂടി നേരിട്ട് കണ്ട് നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. പക്ഷേ ഡോക്ടർക്ക് ഇപ്പോൾ അവിടെ നല്ല നൈറ്റ് നല്ല ടൈമായല്ലോ അല്ലേ? അപ്പോൾ നമുക്കെന്നാൽ വേറൊരു എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. ഓക്കെ.
ഓക്കെ, താങ്ക് യു. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാനും വളരെ സന്തുഷ്ടനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കാണണം. താങ്ക് യു.